എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സനാതന ധർമാമൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയുടെ രണ്ടാമത്തെ സെഷനാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം പറയുന്നതിനോടൊപ്പം തന്നെ ഗുരുസ്മരണയ്ക്കായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറും ആത്മാനം യാത്രയുടെ കോർഡിനേറ്ററുമായ ശ്രീമതി സജന രാജേഷ് ജി വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിത ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാത് ഭവതവ ശിഖാ താപപാപച്യമാനാം മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിചരതി ഭുവനേ ശങ്കരാചാര്യ രൂപ. ശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ശങ്കരം ലോക ശങ്കരം ശങ്കരം ലോക ശങ്കരം. ജയശങ്കര. വളരെ സന്തോഷം സജനാജി. ഏതെന്തിനാണോ മാറ്റമില്ലാത്തത്, ഏതെന്തിനാണോ നാശമില്ലാത്തത്, അതാണ് സനാതനം. ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോട് ആരംഭിച്ച ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷക്കാലമായി പല രീതിയിലുള്ള പരിപാടികൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ തുടർച്ചയെന്നോണമാണ് സനാതന ധർമാമൃതം എന്ന പരിപാടി കഴിഞ്ഞ മാസം നാം ആരംഭിച്ചത്. പ്രശസ്തനായ സംസ്കൃത പണ്ഡിതൻ പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് കഴിഞ്ഞ മാസം ഇതിന് തുടക്കം കുറിച്ചത്. ഈ മാസം രണ്ടാമത്തെ സെഷൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ സരിത മഹേശ്വരൻ അവതരിപ്പിക്കുകയാണ്. ഡോക്ടർ സരിത മഹേശ്വരനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തറ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സാഹിത്യ വിഭാഗം മേധാവിയായി ജോലി ചെയ്യുന്നു. അതോടൊപ്പം പല പരിപാടികൾ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ തന്നെ നവരാത്രി കാലങ്ങളിൽ നടത്തി വരുന്ന നവരാത്രി സംഗീതോത്സവത്തിൽ 9 ദിവസവും ദേവിയുടെ 9 ഭാവങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2 വർഷക്കാലമായി സരിത മഹേശ്വരൻ ജി നമ്മുടെ ആദിശങ്കര കുടുംബത്തോടൊപ്പം ഉണ്ട്. ശ്രീ അനിൽകുമാർ ആണ് ഭർത്താവ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ അണ്ടർ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. 2 പെൺകുട്ടികളാണ്. ഒപ്പം നാരായണീയം, ശ്രീകൃഷ്ണ കർണാമൃതം, സൗന്ദര്യലഹരി, മുകുന്ദമാല, ശിവാനന്ദലഹരി തുടങ്ങിയ സ്തോത്രകാവ്യങ്ങൾ യൂട്യൂബിലൂടെ വ്യാഖ്യാനിച്ച് നൽകുന്നുണ്ട്. അതോടൊപ്പം ശ്രീകൃഷ്ണ വിലാസ മഹാകാവ്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ ബഹുമാനത്തോടെ സ്നേഹാദരവോടുകൂടി ഡോക്ടർ സരിത മഹേശ്വരനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. 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 നമുക്ക് തുടങ്ങാലോ അല്ലേ? മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എൻ്റെ
എല്ലാ ഗുരുക്കന്മാർക്കും ആദ്യം തന്നെ നമസ്കാരം. ഈ ശങ്കര ഫൗണ്ടേഷൻ, ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കാലടി, ആ ഒരു ഒരു വലിയ ഒരു പദ്ധതിയുടെ ഒരു കല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പടികളായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഓരോ പദ്ധതികളും. ആ പദ്ധതിയില് ഒരു ഭാഗമാകാൻ എന്നെ ക്ഷണിച്ച ഏറ്റവും പ്രിയപ്പെട്ട ജ്യോതിഷേട്ടൻ, അതുപോലെ ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പണ്ഡിതവരേണ്യന്മാരായിട്ടുള്ള വാമനേട്ടൻ, അതുപോലെ സുരേഷ് ഏട്ടൻ, അങ്ങനെ ഞാൻ കാണുന്നവരും പരിചയപ്പെട്ടിട്ടുള്ളവരും ഇനി ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാ വിദ്വജനങ്ങളുടെയും മുമ്പിൽ ആദ്യം സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ഇന്ന് നമ്മൾ സാധാരണ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് എന്നോട് അവതരിപ്പിക്കാൻ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിനെ പറ്റിയിട്ടാണ്. സനാതന ധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം തെറ്റിദ്ധാരണകൾ വന്നു ഭവിച്ചിട്ടുള്ളതായ ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വാക്കിനെ പറ്റി രണ്ട് വാക്ക് വളരെ നിസ്സാരങ്ങളായിട്ടുള്ള രണ്ട് പദങ്ങൾ ചേർന്നിരിക്കുന്നതല്ലാതെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു വളരെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു അർത്ഥം കൂടിയുള്ളതായ രണ്ട് പദങ്ങളാണ്. ആ പദങ്ങളെ ഒന്ന് വിടർത്തിയിട്ട് അതിൽ എന്തെല്ലാം വിഷയങ്ങളാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത് എന്നുള്ളത് അറിയിച്ചു കൊടുക്കാനുള്ള ഒരു ദൗത്യമാണ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു ച്യുതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുണ്ടെങ്കിൽ സംസ്കൃത ഭാഷ, ആ ഭാഷയിലാണ് ഒരു കാലത്ത് എല്ലാ അറിവുകളും എല്ലാ ശാസ്ത്രങ്ങളും അതുപോലെ കാവ്യങ്ങളും ഒക്കെ എഴുതി വച്ചിരുന്നത്. അത് കാലക്രമേണ പലതായി മാറുകയും അല്ലെങ്കിൽ ഈ ഭാരതത്തിനെ ഇവിടെ ഒന്നാക്കി നിലനിർത്തിയിരുന്നത് സംസ്കൃത ഭാഷയാണ്. സംസ്കൃത ഭാഷയുടെ അസ്തിത്വത്തിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരും ആയിട്ടുമില്ല. എത്രയോ കാലം മുതൽക്ക് നമ്മൾ അതിനെ ദേവഭാഷ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ദേവന്മാര് സംസാരിക്കുന്ന ഭാഷയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ദേവത്വം, ഒരു മനുഷ്യനെ നന്നാക്കാൻ ആ ഭാഷ പ്രയോഗിച്ചാൽ ആ ആളെ ഒരു ദേവനെ പോലെ കണക്കാക്കണം. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഭാഷയാണ്. അതുകൊണ്ടാണ് സംസ്കൃതത്തിന് ഇത്ര പ്രാചുര്യം, അതിന്റെ പ്രസക്തിയൊക്കെ ഒരു കാലഘട്ടം വരെ ഉണ്ടായിരുന്നത്. ആ സംസ്കൃത ഭാഷയിലെ രണ്ട് പദങ്ങളാണ് സനാതനം എന്നുള്ളതും ധർമ്മം എന്നുള്ളതും. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ വളരെ കുറച്ച് പ്രദേശങ്ങളിലെ സംസ്കൃത ഭാഷ നിലനിൽക്കുന്നുള്ളൂ. സംസ്കൃത ഭാരതിയെ കുറച്ചൊന്ന് അറിയാൻ ശ്രമിക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം എനിക്ക് എല്ലാ കാലത്തും ഉണ്ട്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ പദങ്ങളുടെ യഥാർത്ഥ അർത്ഥത്തെ അറിയണമെങ്കിൽ സംസ്കൃതം നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു കുഴപ്പം എന്താണെന്നുണ്ടെങ്കിൽ അറിയാതെയാണ് പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു സംസ്കൃതത്തിലെ രണ്ട് വാക്കുകൾ ഉറപ്പിച്ചു പറയണ രണ്ട് വാക്ക് കേൾക്കുമ്പോഴേക്കും അതിൽ മുഴുവനും ഈ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ തുടങ്ങിയിട്ടുള്ളതായ ചാതുർവർണ്ണയങ്ങളുടെ അംശങ്ങളാണെന്നും ബ്രാഹ്മണരാണ് ഇവിടെ കുത്തകാവകാശമായിട്ട് എല്ലാം കൊണ്ടു നടക്കുന്നത് എന്നുള്ള രീതിയിലുമൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ഒരു പ്രേരണയാണ്, ടെൻഡൻസിയാണ് ലോകത്ത് മുഴുവനും കാണുന്നത്. സത്യത്തിൽ എത്ര കണ്ട് ബ്രാഹ്മണരെ ഇപ്പൊ മേധാവിത്വം കാണിച്ച് നടക്കണുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് എവിടെയും കാണാനില്ല. അവര് വളരെ ഇനി ഒരു കാലത്ത് ഉണ്ടാകാതിരിക്കാം. ഇന്ന് ഇരിക്കുന്ന നമുക്ക് ആർക്കും അതിനെ പറ്റിയിട്ട് അറിവില്ല. ഒരു കാലത്ത് ചെയ്തതിന്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. എല്ലാത്തിനും ഉണ്ടല്ലോ കയറ്റിറക്കങ്ങൾ. ഒരു ഇതിലൊക്കെ തന്നെ നമ്മുടെ സംസ്കാരത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എല്ലാം ചക്രാരപങ്ക്തിരിവ ഗച്ഛതി ഭാഗ്യപങ്ക്തി. എല്ലാം ചക്രം പോണ പോലെയാണ്. കുറെ നേരം മുകളിലുണ്ടെങ്കിൽ കുറച്ചു നേരം താഴ്ത്തു പോയേ പറ്റൂ. പിന്നെ താഴ്ത്തു പോകുന്നത് പിന്നെ മുകളിലേക്കും വരും. അതുപോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് എന്തോ ചെയ്തു വച്ചിരുന്നു അല്ലെങ്കിൽ പറഞ്ഞു വച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് ബ്രാഹ്മണരെ. ഒപ്പം തന്നെ ഹൈന്ദവതയെ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ എന്ന് പറയാനേ പാടില്ലാത്ത ഒരു സമൂഹം. എന്തുകൊണ്ട് ഈ ഒരു മതത്തിന് ഇത്രയധികം ചോദ്യം ചെയ്യലുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു? അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതിനെതിരെ നമ്മൾ
വാക്കുകൊണ്ടെങ്കിലും നമ്മൾ പ്രതികരിക്കേണ്ടതാണ്. ശാരീരികമായിട്ട് ഒന്നും നമ്മൾ ആരെയും ആക്രമിക്കുകയോ ഒന്നും വേണ്ട. ഇതെന്തെങ്കിലും തിരിച്ചറിയും. സനാതന ധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം എന്നുള്ള വാക്ക് ഉണ്ടാവണത് പല പല ഡെഫിനിഷനും ഉണ്ട് ധർമ്മത്തിന്. ധാരണാത് ധർമ്മ, ധാര്യതേ ഇതി ധർമ്മ, അതുപോലെ സർവം അനയാധാര്യതേ ഇതി ധർമ്മ. അങ്ങനെ ധർമ്മം എന്നുള്ള വാക്ക് തന്നെ പല വിധത്തിൽ ഉണ്ടാവുന്നതാണ്. എന്തുകൊണ്ട് ഈ പല വിധത്തിൽ ഉണ്ടാവുന്നത്? ആ ധർമ്മത്തിന് പല ഡ്യൂട്ടികൾ ഇവിടെ ചെയ്യാനുണ്ടെന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ അതിനെ ധരിക്കുന്നുണ്ട്, ധാരണാത് ധരിക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് അതിനെ ധർമ്മം എന്ന് വിളിക്കാം. ധാര്യതേ ധരിക്കപ്പെടുന്നു, ലോകത്താൽ ധരിക്കപ്പെടുന്നു ഇത് എന്നുള്ളത് കൊണ്ട് അതിനെ ധർമ്മം എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം ഇവിടെ നിലനിൽക്കുന്നത് ഈ ധർമ്മം ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും എല്ലാവരും പൊട്ടിത്തെറിക്കും. ഞാൻ കുറെ ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്ന പല ടോക്കുകളിലും പല ഗ്രന്ഥങ്ങളിലും പല വർത്തമാനങ്ങളിലും പല വാർത്തകളിലും നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും ഈ ചാതുർവർണ്ണയത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായ ധർമ്മ ചിന്തകളാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്നുള്ളതാണ് അതിന് പ്രേരകമായിട്ട് നിൽക്കുന്നത് തോന്നുന്നു. വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം എന്തിനെയെല്ലാം ആശ്രയിച്ചാണ് നിൽക്കുന്നത്? നമ്മളൊക്കെ ധർമ്മത്തിനെ ആശ്രയിച്ചാണോ നിൽക്കുന്നത്? ഇങ്ങനെ പല സംശയങ്ങളും നമുക്ക് ഉണ്ടായി വരാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോ നമ്മൾ അതിനെയൊക്കെ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടര് എങ്കിലും അത് തിരിച്ചറിയണം. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഹിന്ദു എന്ന് പറയാൻ ഇത്ര വിഷമമുള്ളൂ. മറ്റുള്ള ഒരു നാട്ടിൽ പോയാലും അവിടെ ഇപ്പൊ ഋഗ്വേദ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്, അതുപോലെ സ്തുതികൾ പലതും ചൊല്ലുന്നുണ്ട്, വേദങ്ങൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ വലിയ സമൂഹങ്ങൾ ഓരോ നാടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാഷാ പഠനങ്ങളിൽ സംസ്കൃതത്തിന് വളരെ വലിയൊരു സ്ഥാനമുണ്ട്. ഇതൊന്നും ഇവിടെയുള്ള ആരും തിരിച്ചറിയണില്ല. എന്നിട്ട് ഈ സനാതന ധർമ്മത്തെ ഇട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. സനാതനം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്നെന്നും നിലനിൽക്കുന്നത്, ഇറ്റേണൽ എന്നുള്ളതൊക്കെയാണ്, ശാശ്വതമാണത്. അതായത് അത് ശാശ്വതമായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഉണ്ടായിട്ടില്ല, ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നർത്ഥം. ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നശിക്കൂല, ഉണ്ടായതിനെ നാശമുള്ളൂ. ഇവിടെ എന്തെല്ലാം ഉണ്ടായോ അതൊക്കെ ഒരു കാലത്ത് നശിക്കും. ചിലപ്പോ 10 കൊല്ലം, ചിലപ്പോ 100 കൊല്ലം, ചിലപ്പോ 1000, 10,000 എത്ര കാലം കഴിഞ്ഞാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നശിക്കുക തന്നെ ചെയ്യും. ഉണ്ടാകാത്ത ഒരെണ്ണം നശിക്കൂല്ല. അതാണ് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത. അതിനെ ആരും ഉണ്ടാക്കിയതല്ല. അതിനൊരു വിശുദ്ധനോ അതിനൊരു പ്രവാചകനോ അതിനൊരു മതസ്ഥാപകനോ ഒന്നുമില്ല. ഹിന്ദു എന്ന് പറയുന്നത് തന്നെ ഒരു മതമല്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും നമുക്ക് പല ദിക്കിലും എഴുതി കൊടുക്കാണ്ടിയൊക്കെ വരാറുണ്ട്. ഹിന്ദു ഇന്ന മതം, ഇന്ന അതിന്റെ ഉപജാതികൾ എന്നുള്ള രീതിയിലൊക്കെ എഴുതി കൊടുക്കാറുണ്ടെങ്കിലും ഈ പ്രദേശത്ത്, ഈ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ്. ഹിന്ദ് എന്നുള്ള ഒരു വാക്ക്, എച്ച് എന്നുള്ള വാക്ക് പലർക്കും ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് അത് പോയിട്ടാണ് പിന്നെ ഇന്ത് എന്നുള്ള വാക്കും അതിൽ നിന്നാണ് ഇന്ത്യ എന്നുള്ള വാക്കും ഒക്കെ ഉണ്ടാവുന്നത്. അതുപോലെ ഹിന്ദ്, ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരിക്കലും ഒരു മതമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മതം എന്ന് പറയുമ്പോൾ അതിനെന്തായാലും പ്രധാനിയായിട്ടുള്ള ഒരാളുണ്ടാവും, അതിനൊരു ഗ്രന്ഥമുണ്ടാവും. ഇവിടെ ഒന്നൊന്നുമല്ല. നമുക്ക് ഹൈന്ദവതയെ ഉദ്ഘോഷിക്കുന്നതായ ഗ്രന്ഥങ്ങൾ, ദേവതകൾ, അതുപോലെ അധ്യാപകർ, ആചാര്യന്മാർ ഒരാളൊന്നുമല്ല. അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തിന് ഒരിക്കലും ഒരു ഏകതാനത എന്ന് പറഞ്ഞ സ്വഭാവം ഇല്ല തന്നെ. ഈ ഒരു വഴിയേ ശരിയുള്ളൂ, മറ്റത് ശരിയല്ല, അങ്ങനെയില്ല. ഒരു ഏകബുദ്ധി അല്ലെങ്കിൽ ഒരു ഏകതാനത ഇതിന് ഇല്ല തന്നെ. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം, എന്നാലേ നമുക്കിത് വേറൊരാളോട് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്നതിനായിട്ട് നമ്മൾ പല കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ജനിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ, ധർമ്മങ്ങൾ എന്നുള്ള ബോധ്യം വന്നു തുടങ്ങും. അത് എല്ലാവർക്കും ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. സ്ത്രീകൾക്കുള്ള ധർമ്മങ്ങളുണ്ട്, പുരുഷന്മാർക്കുള്ള ധർമ്മങ്ങളുണ്ട്, ഭർത്താവിനുള്ള ധർമ്മമുണ്ട്, ഭാര്യയ്ക്കുള്ള ധർമ്മമുണ്ട്, അച്ഛനമ്മമാർക്കുള്ള പിതൃധർമ്മം, മാതൃധർമ്മം, ഇതെല്ലാം വെവ്വേറെ ധർമ്മങ്ങളായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കുമുള്ള ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്.
മനുസ്മൃതി, സ്മൃതി ഗ്രന്ഥങ്ങളെയാണ് പൊതുവെ നമ്മള് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയാം. മനുസ്മൃതിയുണ്ട്, അതുപോലെ ഗൗതമ സ്മൃതിയുണ്ട്, നാരദ സ്മൃതിയുണ്ട്, ആപസ്തംഭ സ്മൃതിയുണ്ട്, അങ്ങനെ എത്രയോ സ്മൃതികളുണ്ട്. ഇതിനു മുമ്പ് വേദങ്ങളുണ്ട്. നമ്മുടേതായ ആ കൃത്യം, അതായത് മനുഷ്യൻ ആദ്യം ഭൂമിയില് ജന്മം കൊണ്ടു, മനുഷ്യനായിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കുറെ കാലത്തെ ചിന്തകൾക്കും അതുപോലെ തന്നെ പഠനങ്ങൾക്കും ഒക്കെ ശേഷമാണ് ഈ വേദങ്ങൾ പിറന്നത് തന്നെ. വേദങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എന്തെല്ലാം അത്ഭുതകരമായിട്ട് ഭഗവാന്റെ സൃഷ്ടികളായിട്ട് പ്രപഞ്ചത്തിൽ കാണപ്പെട്ടുവോ അതിനെയാണ് ഓരോ അന്നത്തെ കാലത്തെ ഋഷീശ്വരന്മാര് മന്ത്രങ്ങളായിട്ട് പറഞ്ഞു വച്ചത്. എഴുതിയൊന്നും വച്ചിട്ടില്ല. അത് ഒരു ഗുരു അടുത്ത ശിഷ്യന് പറഞ്ഞു കൊടുത്തു, ആ ശിഷ്യൻ അടുത്ത ആൾക്ക് പകർന്നു കൊടുത്തു. അങ്ങനെ പകർന്നു കൊടുത്തിട്ടാണ് വേദം ഇവിടെ നിലനിന്നത്. അങ്ങനെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അത് എഴുതപ്പെട്ടത് തന്നെ. എഴുതിയല്ല. ഇപ്പോഴും മഠങ്ങളിലൊക്കെ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഋഗ്വേദമായാലും യജുർവേദമായാലും സാമവേദമായാലും എഴുതിയല്ല പഠിക്കുന്നത്, അത് ചൊല്ലിക്കേട്ടാണ് പഠിക്കുന്നത്. ഗുരു തെറ്റുകൂടാതെ ചൊല്ലുന്നു, അത് ശിഷ്യഗണങ്ങൾ അതേപോലെ ആവർത്തിക്കുന്നു. അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ധാരാളം സദസ്സുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്നതായിട്ടുള്ള അന്യോന്യം എന്ന് പറയുന്ന കടവല്ലൂർ അന്യോന്യം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വേദ പാരമ്പര്യം നിലനിർത്താനുള്ള ഒരു സദസ്സാണ്. അവിടെ പോയിട്ട് ഒരിക്കലും എഴുത്തു പരീക്ഷയല്ല എഴുതേണ്ടത്. ജട, രഥ, ക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള അതിന്റെ ആ വിന്യസനങ്ങളുണ്ട്. അതിലൂടെ വേദങ്ങളെ ചൊല്ലി പഠിച്ച് അവിടെ പോയിട്ട് അത് ചൊല്ലി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം സനാതനധർമ്മമാണ്. ഇതൊരിക്കലും നശിക്കുന്നില്ല. ഇത് കാലങ്ങളായിട്ട് ഇവിടെ പിന്തുടർന്നു വരികയാണ്. നമ്മളുടെ കാലം കഴിഞ്ഞാൽ അടുത്ത കുറെ ആൾക്കാർ ഇത് പിന്തുടർന്നു പോകും. ഇത് നശിക്കാൻ പാടില്ല, നശിക്കുകയുമില്ല. ആരൊക്കെ വിചാരിച്ചാലും ഇതിനെ നശിപ്പിക്കാനും സാധിക്കില്ല. എത്ര അഴിച്ചമർത്തി എന്ന് പറഞ്ഞാലും എവിടെ നിന്നെങ്കിലും പുതുനാമ്പുകൾ ഇപ്പോ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാല് മനുഷ്യന്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഒളിഞ്ഞു കിടക്കുന്നതായ ഗവേഷകര്. ഈ പറഞ്ഞ വേദമന്ത്രങ്ങളെ കൊണ്ട് എന്താണ് ഇവിടെ ചെയ്തിരുന്നത്, എന്തിനാണ് ഇത് പഠിച്ചിരുന്നത്, എന്തുകൊണ്ട് എന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ ഒരു ബുദ്ധി എല്ലായ്പ്പോഴും കുറെ അധികം മനുഷ്യരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഇത് പഠിക്കാൻ പ്രത്യേകിച്ച് യാതൊരു ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഒന്നും ലഭിക്കണമെന്ന് മോഹം പോലും ഇല്ലാതെ പഠിക്കാൻ മാത്രം തയ്യാറായി നടക്കുന്ന കുറെ വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ ധർമ്മം എക്കാലത്തും ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിനെ അടിച്ചമർത്താൻ ഒരിക്കലും സാധിക്കില്ല. മഹാഭാരതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുമ്പോൾ പല ദിക്കിലും നമുക്ക് ഈ ധർമ്മത്തെ പറ്റി പറയണത് കാണാം. ഏഷധർമ്മ സനാതന, ഏഷധർമ്മ സനാതന എന്ന് പറയുന്നതായ ഒരുപാട് വരികള് പല പർവ്വങ്ങളിലുമായിട്ട് കാണാൻ പറ്റും. ഭീഷ്മര് യുധിഷ്ഠിരനെ ധാരാളം കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ആ രാജ്യ അനുശാസന പർവം, രാജധർമ്മ പർവം എന്ന് പറയുന്ന ഭാഗത്താണ് അത് വരുന്നത്. ഇതിന് തീർപ്പ് കൽപ്പിക്കുന്നത്, സനാതന ധർമ്മത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് പുറമേ ഒരാളല്ല, ഈ കൂട്ടത്തിൽ തന്നെ പെടുന്നവനായിട്ടുള്ള ഒരു പണ്ഡിതനാണ്, ബുധനാണ്. അതാണ് ബുധാനാമേഷ നിശ്ചയ. ബുധന്മാരാണ് അത് നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയുള്ളത്? അദ്രോഹേണൈവ ഭൂതാനാം യോ ധർമ്മ സതാം മതഃ. അദ്രോഹം, അദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ സിദ്ധാന്തങ്ങൾ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കലാണ്, അതാണ് സനാതനമായിട്ടുള്ള സജ്ജനങ്ങളുടെ മതം. സതാം ധർമ്മ, സതാം സജ്ജനങ്ങളുടെ ധർമ്മം അങ്ങനെയാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത് എന്നുള്ളതായിട്ടുള്ള ഒരു. അതുപോലെ തന്നെ നമ്മുടെ ധർമ്മങ്ങളെ കൊണ്ട് ന ഹർത്തവ്യം പരധർമ്മേതി, മറ്റൊരാളുടെ ധർമ്മത്തെ, മറ്റൊരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ധർമ്മത്തെ നമ്മൾ അപഹരിക്കരുത്. നമ്മുടെ ഇടപെടൽ കൊണ്ട് അയാൾക്ക് അയാളുടേതായ ധർമ്മങ്ങൾ ഉണ്ടാവും. അയാളെ ജീവിച്ചു വളർന്ന സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങൾ ഉണ്ടാവും. ആ ധർമ്മങ്ങൾ ചെയ്യുന്നവരെ നമ്മുടെ ധർമ്മമാണ് ശരി എന്നുള്ള രീതിയിൽ ഹരിക്കാൻ പാടില്ല, അപഹരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഇനി ഏഷതേ വിവിധോ ധർമ്മ പാണ്ഡവശ്രേഷ്ഠ കീർത്തിത അനുതിഷ്ഠത്വമേനം വൈ പൂർവദൃഷ്ടം സനാതനം. അവിടെയും ഭീഷ്മര് പറയണത് ഇതാണ്. ഇങ്ങനെ എത്രയോ തരത്തിലുള്ള ജനങ്ങളുടെ, ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ ശൂദ്രരോ, ഇതാണ് പറയപ്പെട്ട ജാതികൾ എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഈ വനേചരന്മാരുണ്ട്, വസ്ത്രങ്ങൾ കഴുകുന്നവരുണ്ട്,
ഭക്ഷണം പാകം ചെയ്യുന്ന സൂതന്മാരുണ്ട്. ഇങ്ങനെ എത്രയോ വിവിധങ്ങളായിട്ടുള്ള ജാതികളെ പറ്റിയിട്ട് മഹാഭാരതത്തിലും രാമായണത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പല ധർമ്മങ്ങളുണ്ട്. ഹേ പാണ്ഡവശ്രേഷ്ഠ, ഹേ യുധിഷ്ഠിര, നീ ഇതറിയണം. അതാണ് ഏഷതേ വിവിധോ ധർമ്മ പാണ്ഡവശ്രേഷ്ഠ കീർത്തിത അനുതിഷ്ഠത്വമേനം വൈ. നിനക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഇതിൽ ഇന്നതേ സ്വീകരിക്കാവൂ. നീ ക്ഷത്രിയനാണ്, ക്ഷാത്രധർമ്മം സ്വീകരിക്കേണ്ടവനാണ് എന്ന് പറയണില്ല. നിനക്ക് ഇതിൽ ഏതാണോ ഉചിതം എന്ന് തോന്നുന്നത് നീ അതിൽ ഏതെങ്കിലും ഒന്നിനെ സ്വീകരിച്ചോളൂ. പൂർവദൃഷ്ടം മുൻപേ കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സനാതനധർമ്മം എന്ന് പറയുമ്പോഴേക്കും വാളെടുത്ത് തുള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരുടെ ധർമ്മങ്ങളും, ഇവിടെ നിലനിൽക്കുന്ന ജനതയുടെ സകല ധർമ്മങ്ങളെയും സനാതനധർമ്മം എന്നുള്ള പദം കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ട്. പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കുന്നുണ്ട്. ബ്രാഹ്മണ മേധാവിത്വത്തെ വേണ്ടുവോളം കൊട്ടിഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബ്രാഹ്മണരെ കാണുമ്പോഴേക്കും കാൽ കഴുകണം, ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തു കൊടുക്കണം, ക്ഷത്രിയർക്ക് ഇന്ന ധർമ്മം, ബ്രാഹ്മണർക്ക് ഇന്ന ധർമ്മം, ദാനം, അതുപോലെ സ്വീകാരം, കൊടുക്കുക, വാങ്ങുക, യാഗം ചെയ്യുക, യാഗം ചെയ്യിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ബ്രാഹ്മണൻ ചെയ്യേണ്ടത്. ക്ഷത്രിയൻ യാഗം ചെയ്യിക്കാൻ പാടില്ല, യാഗം ചെയ്യാനേ പാടുള്ളൂ, പഠിപ്പിക്കാൻ പാടില്ല, പഠിക്കാനേ പാടുള്ളൂ. ഇങ്ങനെ 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 ഓരോരുത്തർക്കും എന്തിനാണ് ഓരോ ധർമ്മങ്ങൾ, ക്ഷാത്രധർമ്മമായാലും ബ്രാഹ്മണ ധർമ്മമായാലും ഒക്കെ പറഞ്ഞു വെച്ചത് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ആലോചിക്കണം. ആ കാലത്ത് എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണ്, 3800 4000 വർഷങ്ങള്, അല്ലെങ്കിൽ ഒരു 5000ത്തിനും 10000ത്തിനും ഇടയിൽ വരെ വൈദിക കാലം പോവാൻ സാധ്യതയുണ്ട്. അതിന് കുറച്ചും കൂടി നീങ്ങിയാലാണ് സ്മൃതിയുടെ കാലഘട്ടം വരുന്നത്. ഈ കാലഘട്ടത്തിലൊക്കെ വേറെ പ്രത്യേകിച്ച് നിയമസംഹിതകളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കുറെ അധികം നിയന്ത്രണങ്ങള്, ഈ ഒരാള്, അതായത് നിയന്ത്രണങ്ങൾ ഉണ്ടായേ പറ്റൂ. നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യരോളം തോന്നിവാസികളായിട്ടുള്ള ഒരു സമൂഹം വേറെ ഇല്ല. മറ്റു മൃഗങ്ങളൊന്നും അവരവരുടെ ഒരു ശരിയായിട്ടുള്ള ഒരു മാർഗമുണ്ട്, ആ മാർഗത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിട്ടില്ല. മനുഷ്യർക്ക് എന്തുകൊണ്ട് ഉപവാസവും വ്രതവും തുടങ്ങിയിട്ടുള്ളതൊക്കെ ആവശ്യമായിട്ട് വരുന്നു? മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ സ്വമാർഗത്തിൽ നിന്നും മാറിപ്പോയിട്ടുള്ളവര്. എന്തുകൊണ്ടാണ്? അവർക്ക് വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്, വേണ്ടതുപോലെ നടക്കാനും അറിയാം, വേണ്ടാത്തതുപോലെ നടക്കാനും അറിയാം. അതുകൊണ്ടാണല്ലോ ആവശ്യമില്ല എന്ന് തോന്നുന്ന സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളെ അതിന് കീഴ്പ്പെടുത്തുമെന്നറിയുന്നതായിട്ടുള്ള ചീത്ത സ്വഭാവങ്ങളില് കീഴ്പ്പെട്ടു പോകുന്നത് അതും ഈ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ അതിനെ, അത്തരം ചീത്തത്വങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല വഴിയിൽ നടക്കാൻ, ചിലപ്പോ ആദ്യത്തെ ഒരു കാലഘട്ടത്തില് ശൈശവം, കൗമാരം തുടങ്ങിയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇത് പറയുമ്പോൾ പാരന്റ്സിനോട് എതിർക്കുകയും അവരെ തോൽപ്പിക്കാൻ വേണ്ടി വേണ്ടാത്ത എല്ലാത്തിലും പോയി ചാടുകയും ചെയ്യുന്ന ഒരു യൗവനം എല്ലാ കാലത്തും എല്ലാ ദിക്കിലും ഉണ്ട്. അവര് പക്ഷെ തിരിച്ചറിയുന്നത് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഞാൻ എന്റെ കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അതാണ്. അതിനെ ആലോചിക്കുമ്പോഴാണ്, അത് ചിന്തിക്കുമ്പോഴാണ് ധർമ്മത്തിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ നന്നായി ചെയ്താൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നായി ചെയ്യുന്നു. അതായത് സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായ പ്രവചനാഭ്യാം മാ പ്രമദ എന്ന് എപ്പോഴും ഉപനിഷത്തുകളിൽ പറയുന്നുണ്ട്. എന്താണ് സത്യം വദ എന്ന് പറഞ്ഞാല്? സത്യമേ പറയാവൂ. സത്യമേ പറയാവൂ എന്ന് പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും പറയണമെന്നൊന്നും അർത്ഥമില്ല. ആവശ്യമാണെന്ന് വരികിൽ സത്യം മാത്രം പറഞ്ഞാൽ മതി. ആവശ്യമില്ലെങ്കിൽ മിണ്ടന്നെ വേണ്ട. ആവശ്യമില്ലാത്ത സമയങ്ങളിലും സന്ദർഭങ്ങളിലും ആലോചിച്ച് മനസ്സിന്റെ ഒരു ചിന്തയുടെ ഘട്ടം കഴിഞ്ഞിട്ട് ഒരു വാക്ക് പോലും പുറത്തേക്ക് പറയാവൂ. അല്ലാത്തിടത്ത് മിണ്ടേണ്ട കാര്യമില്ല. പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മതി. അതാണ് സത്യം വദ. സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം ഹിതം മനോഹാരിച ദുർലഭം വച എന്നൊക്കെയുള്ള വാക്യങ്ങൾ നമ്മുടെ പൂർവികര് കണ്ടുപിടിച്ചത് എങ്ങനെയാ? ചിന്തയിൽ നിന്ന് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ സത്യം വദ എന്ന് പറഞ്ഞ വാക്കിന് സത്യം പറയണമെന്നർത്ഥം. ധർമ്മം ചര എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ധർമ്മം ചെയ്തു കാണിക്കാനുള്ളതാണ്. ചരിക്കുക, അതിനെ വ്രതമാക്കിയെടുക്കുക, നമ്മളിലൂടെ പ്രവർത്തിച്ചു കാണിക്കുക എന്നാണ്. അതായത് ധർമ്മത്തെ പറ്റി പറഞ്ഞുകൊണ്ടായില്ല. സത്യം പറയുക, സത്യത്തെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് ധർമ്മം. അതാണ് ധർമ്മം ചര എന്ന് പറയുന്നത്. അതുപോലെ നമ്മളെ നന്നാക്കാനുള്ള ഏറ്റവും നല്ല 2 ഉപാധികളാണ് സ്വാധ്യായവും പ്രവചനവും. എന്താണ് ഈ സ്വാധ്യായം, എന്താണ് പ്രവചനം എന്നൊക്കെ സംസ്കൃതം പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതിനൊന്നും ഈ ഒരു തരത്തിലും ചീത്തത്വമില്ലാത്തതായ വാക്കുകളാണ്.
എന്തുകൊണ്ട് ഈ വാക്കുകളൊക്കെ ഇത്ര മോശമായി പോയി എന്ന് ആലോചിക്കുമ്പോൾ കണ്ണു നിറയാ ചെയ്യണത്. ഇത് തിരിച്ചറിയാൻ്റെ ആണല്ലോ പലരും പല ദിക്കിലും ഇരുന്ന് പ്രസംഗിക്കണത് എന്നുള്ളത്. സ്വാധ്യായം എന്ന് പറഞ്ഞാല് അവരവര് പഠിക്കുക. പ്രവചനം എന്ന് പറഞ്ഞാൽ നാലാൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാവരും അധ്യാപകരൊന്നുമല്ല, ആചാര്യന്മാരൊന്നുമല്ല. എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അധ്യാപകര് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തോളും. നീ വേറെ ആർക്കാ പറഞ്ഞു കൊടുക്കാനുള്ളത്? നമുക്ക് വരാൻ പോണ തലമുറയ്ക്ക് രണ്ടു വാക്ക് പറഞ്ഞു കൊടുക്കാലോ. അവരവരുടെ വീട്ടിലെ അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കാം. മുളയിലെ നുള്ളണം എന്നൊക്കെ പറയണതിന്റെ അർത്ഥം ചീത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അത് തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ പിന്നെ അച്ഛനമ്മമാർക്ക് എന്നല്ല ആർക്കും സാധിക്കില്ല. പിന്നെ ആ ഒരു പുത്രൻ അല്ലെങ്കിൽ ആ ഒരു പുത്രിയെ കാണുന്നത് ഏറ്റവും നമ്മൾ കാണാൻ പാടില്ലാത്തതായ കാരാഗ്രഹങ്ങളിലായിരിക്കും. അതുകൊണ്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇന്നതൊന്നും ശരിയല്ല, ഇന്നതൊക്കെ ചെയ്യണം. ആ കാലത്ത് ചിലപ്പോൾ അവർക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ കാലം ചെല്ലും തോറും നമ്മളും ഒക്കെ അങ്ങനെയായിരുന്നല്ലോ. കുട്ടിക്കാലത്ത് ചിലപ്പോൾ പാരന്റ്സ് പറയുമ്പോ ഇത്രയൊക്കെ വേണോ എന്ന് തോന്നും. പക്ഷെ അവരെ എതിർക്കാനുള്ള ഒരു മനസ്സില്ല. അച്ഛനമ്മമാരെ വെറുപ്പിക്കാനുള്ള ഒരു മനസ്സില്ല. അതുകൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ആവട്ടെ ചെയ്തേക്കാം എന്ന് വിചാരിക്കും. കാലം കഴിയുമ്പോഴാണ് ഇതേ ഉള്ളൂ നമുക്ക് സ്വത്ത്, ഇതേ നമുക്ക് വേറൊരാൾക്ക് കൊടുത്തു പോകാനുള്ളൂ. സുപ്രസിദ്ധിക്ക് അതുപോലെ സതിയശസ്സിന് ഒക്കെ കാരണമാകുന്നതിനെ നമുക്ക് ധർമ്മം എന്ന് വിളിക്കാം. ഇവിടെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഈ ധർമ്മത്തിലാണ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തെറ്റായിട്ടുള്ള ആചാരങ്ങൾ, ആ കാലഘട്ടങ്ങളിൽ നിലനിന്ന ആചാരങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് പറ്റില്ല. അങ്ങനെയുള്ളതിനെ ഒഴിവാക്കാം. അതുകൊണ്ടാണത് സനാതനമാകുന്നത്. അത് റിനോവേഷനും അതിന് നടത്തിക്കൊണ്ടിരിക്കണം. കാലം ചെല്ലട്ടെ, കാലത്തിന് വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. ഇന്ന ചിലപ്പോ ചില കാലങ്ങളിൽ അതിന് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം. ഈ വേദങ്ങളെ കുത്തകാവകാശമായി കൊണ്ടു നടന്ന ബ്രാഹ്മണ്യത്തിന് വന്ന ദോഷം എന്താണ്? ഇപ്പോ അന്നത്തെ കാലത്ത് അനുഭവിക്കാത്ത ദോഷങ്ങളൊക്കെ ഇന്ന് ബ്രാഹ്മണർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വന്തമാണ് വേദം, അവരാണ് അറിവ് കൈയാളിയിരുന്നത്. മറ്റുള്ളവരെയൊക്കെ പ്രവർത്തനം അല്ലെങ്കിൽ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവര് രണ്ടാം തരക്കാരും, ബുദ്ധി മാത്രം ഉപയോഗിച്ചിരുന്ന അറിവ് നേടിയവര് ഒന്നാം തരക്കാരും എന്ന് പറഞ്ഞ ആ ഒരു ഡിവിഷൻ എന്നാണോ വന്നത് അന്ന് മുതലാണ് ഈ അറിവ്. അന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇന്നതിനെ കുറെ കാലത്തിന് ശേഷം പിന്നിലേക്ക് കൂട്ടി വായിക്കുമ്പോഴാണ് ഇവര് നമ്മളെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു, ഇങ്ങനെയൊന്നുമല്ല വേണ്ടിയിരുന്നത് എന്നുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത്. തെറ്റാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അതിനെ നമ്മൾ തെറ്റാണ് എന്ന് സമ്മതിക്കാനുള്ള ഒരു വളരെ ഒരു ഋജുവായിട്ടുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കണം. അതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ധർമ്മം തന്നെ ഉപയോഗിക്കാൻ പറ്റണത്. എന്തുകൊണ്ട് ഇതിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നന്മയിലേക്ക് പോവാമെന്ന് പറയണത്? എല്ലാവരെയും കൂട്ടിപ്പിടിക്കാനും ഈ ധർമ്മം നമുക്ക് ആവശ്യമാണല്ലോ. അതായത് ഈ പറഞ്ഞതുപോലെ നല്ല പ്രവൃത്തികള്, നല്ല ഉപദേശങ്ങള് ആർക്കാ വേണ്ടാത്തത്? അവരവരുടെ കുട്ടികള് ഇപ്പൊ സ്വയം അഹങ്കാരങ്ങളൊക്കെ പറയെങ്കിലും അവരവരുടെ കുട്ടികളുടെ കാര്യം വരുമ്പോ പിന്നെ വിട്ടുവീഴ്ചകളൊന്നുമില്ല. അവിടെ ചിലപ്പോ അമ്പലങ്ങളിൽ കൊണ്ട് തൊഴുവിക്കും, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കും, അവരെ നന്നായി വളർത്തണം എന്നുള്ളത് കൊണ്ട് പല ഗ്രന്ഥങ്ങളും വായിപ്പിക്കും. മറ്റുള്ളവരോട് പലതും പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങള് വിശ്വാസം അല്ല എന്നും, ഞങ്ങള് വേദങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നും, ഞങ്ങൾ ആസ്തികന്മാരാണെന്നും ഒക്കെ പറഞ്ഞ് മറ്റൊരു മട്ടിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്ന ആൾക്കാര് അവരവരുടെ മക്കള് വഴിതിരിയോ എന്ന് പേടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ആ പറയണതിനർത്ഥം ഇവിടെ ഒരു വൈവിധ്യത്തിന്റെ നാടാണ്, വിവിധങ്ങളായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു ധർമ്മത്തിലേക്ക് വന്നാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മളെ തെറ്റുകൾ വന്ന് ഒരുപാട് ബാധിക്കില്ല. അതാണ് സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത. ഇനി ഈ ജീവിത രീതിയിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞുല്ലോ. അപ്പോ നമ്മൾ നന്നായാൽ നമുക്ക് ചുറ്റുമുള്ളതായ പ്രകൃതിയെയും നമ്മൾ നന്നാക്കാനുള്ള ശ്രമം നടത്തും. ഇവിടെ ആരെയും ഒഴിവാക്കാനില്ല. പ്രപഞ്ചം എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത് പഞ്ച എന്ന് പറഞ്ഞ ഈ അഞ്ചിൽ നിന്നാണ്. അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പൃഥിവ്യ തേജോ വായു ആകാശങ്ങള്. ഇത് ചേർന്നിട്ട് ഇതിന്റെ ഒരു വളരെ ബൃഹത്തായിട്ടുള്ള ഒരു രൂപമാണ് പ്രപഞ്ചം. ഇവിടെ മണ്ണുണ്ട്, കാറ്റുണ്ട്, വെയിലുണ്ട്, അതുപോലെ തന്നെ ചൂടുണ്ട്, അങ്ങനെയുള്ള പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്നത് കേവലം ഒരു മനുഷ്യ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല. നമ്മൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ അവിടെ മൃഗങ്ങളും പക്ഷികളും സസ്യലതാദികളും ഒക്കെ വേണമല്ലോ. നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട്
ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പരമാവധി ഇതിനെയൊന്നും നശിപ്പിക്കാതെ, അവരെയൊന്നും ഉപദ്രവിക്കാതെ നമ്മൾ ജീവിക്കാൻ നോക്കും. ആ ഒരു തത്വത്തിനെയാണ് നമ്മൾ അഹിംസ, അഹിംസ പരമോധർമ്മ. അവിടെ വന്നു ധർമ്മം എന്നുള്ള വാക്ക്. അപ്പൊ എവിടെ എടുത്തു നോക്കിയാലും ധർമ്മം എന്നുള്ള വാക്ക് പൗരാണികമായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളിൽ നിന്നും ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിയന്ത്രണങ്ങളും മറ്റുള്ളവർക്കുള്ള നീതിയും ഒക്കെ ഉറപ്പാക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? നിയമവ്യവസ്ഥയിലൂടെയാണ്, ലീഗലിയാണ് പലതും നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ ധാർമ്മികമായിട്ടുള്ള ബോധങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ സന്തുലനാവസ്ഥ. ഒന്ന് കയറി നിൽക്കുമ്പോൾ ആ കയറി നിൽക്കുന്നതിനെ താത്തുകയും താഴ്ന്നു പോയവനെ ഉയർത്തുകയും ചെയ്യേണ്ടത് അത് തിരിച്ചറിവുള്ളതായിട്ടുള്ള മനുഷ്യര് തന്നെയാണ്. അപ്പോ ധർമ്മം എന്നുള്ള പദത്തിന് വളരെ വളരെ ഭാരമുള്ള ഒരു പദമാണത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മൾ ഈ ധർമ്മം എന്ന് പറയുമ്പോഴേക്കും ധർമ്മക്കാരൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ധർമ്മം എങ്ങനെയാണ് അയാൾ ധർമ്മക്കാരനാവുന്നത്? അയാളല്ല ശരിക്കും ധർമ്മക്കാരൻ. നമ്മൾ കൊടുക്കുന്നതാണ് ധർമ്മം. അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് നമ്മൾ അയാളെ ധർമ്മക്കാരൻ എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടേതായ ദാനം, അതായത് ഒന്നുക പൈസയാവാം, അതല്ലെങ്കിൽ അരിയാവാം, നെല്ലാവാം, വസ്ത്രമാവാം, ഇതൊക്കെ നമ്മുടെ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ദാനം ചെയ്യാണ്. അപ്പോ ആ ധർമ്മം ലഭിച്ച് വാങ്ങി പോകുന്നവനെ നമ്മൾ ധർമ്മക്കാരൻ എന്ന് പറയുമെങ്കിലും ധർമ്മം എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത്, അത് അനുഷ്ഠിക്കുന്നത് നമ്മളാണ്. ആരാണോ കൊടുക്കുന്നത് ആ ആളാണ്. ദാനധർമ്മം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ധർമ്മത്തിനെ നമുക്ക് ഒഴിച്ചുകൂടാനാവില്ല. ധർമ്മം എന്ന് പറയുന്നത് ഇവിടെ മനുഷ്യ സംസ്കാരം എന്നുണ്ടായോ, മനുഷ്യൻ ചിന്തിക്കാനും പഠിക്കാനും ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കാനും എന്ന് തുടങ്ങിയോ അന്നു മുതൽ ധർമ്മം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ആ ധർമ്മത്തിനെ, നിലനിൽക്കുന്നതായിട്ടുള്ള ധർമ്മത്തിനെയാണ് സനാതന ധർമ്മം എന്നും പറയുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ മഹാഭാരതവും രാമായണവും ഉപനിഷത്തുകളൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഏഷധർമ്മ സനാതന എന്ന് പറയുന്ന വാക്യങ്ങള് ധാരാളമായിട്ട് കാണാൻ പറ്റും. അതാണ് യശ്ച വേദ സവൈ ധർമ്മോ യശ്ച ധർമ്മസ്സ സത്പഥ പ്രജാവിനയ രക്ഷാർത്ഥം ധർമ്മസ്യാത്മാ സനാതന. അപ്പോ പ്രജകളെ, അതുപോലെ തന്നെ ജനങ്ങളെ, അതുപോലെ കുട്ടികളെ, സ്ത്രീകളെ ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളതും സനാതന ധർമ്മമാണ്. അപ്പൊ ഈ സനാതന ധർമ്മം ഇവിടെ നിന്ന് തുടച്ചു നീക്കണം എന്ന് പറയുന്നത് ഈ നന്മയെ എന്നേക്കുമായിട്ട് തുടച്ചു നീക്കുക എന്നുള്ള ഒരർത്ഥത്തിലാണ്. അതെന്താന്ന് മനസ്സിലാക്കാതെ വെറുതെ ഈ പുലമ്പുന്നത് അത് നിർത്തുകയാണ് വേണ്ടത്. അത് ഏതൊരു കാര്യത്തിനെ പറ്റിയിട്ടും നമുക്ക് പറയണം എന്ന് നമ്മൾ അധികാരികളാവണമെങ്കിൽ അതെന്താണ് എന്ന് പഠിക്കണം. അത് പഠിക്കാതെ നമ്മൾ ഒന്നിനെയും പറ്റിയിട്ട്, പ്രത്യേകിച്ച് സംസ്കൃതം ഒന്നും അറിയാത്തവരാണ്, സംസ്കൃത ഭാഷയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരാണ് ഇങ്ങനെ ഇതിനെ വിമർശിച്ചുകൊണ്ട് നടക്കുള്ളൂ. അതൊരിക്കലും അനുവദിച്ചുകൂടാ. നമ്മൾ പരമാവധി ആ പരസ്പര സഹകരണത്തിലാണ് നമുക്കിത് മുമ്പാക്കം പോകാൻ പറ്റുള്ളൂ. ഈ വാക്കിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ നമ്മുടെ വേദങ്ങള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള് ഇതൊക്കെ പഠിക്കണം. ഇതുകൊണ്ടൊക്കെ ഇപ്പൊ എന്താ കാര്യം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പൊ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഒരു വൈദികമായിട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് BC അല്ലെങ്കിൽ സാമാന്യ വർഷം എന്നേ പറയാറുള്ളൂ. സാമാന്യ വർഷത്തില് യേശുക്രിസ്തുവിന് മുമ്പ് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു 3800 4000 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം, 200 മുതൽ 1200 വരെ ഉള്ളതായിട്ടുള്ള മറ്റൊരു കാലഘട്ടം, അതിനുശേഷം ഒരു മധ്യവർത്തി, അതിനുശേഷം കൊളോണിയലിസം, ഇങ്ങനെയൊക്കെ ഭാരതത്തിൽ ഇങ്ങനെ പല വിധത്തിലുള്ള കാലഘട്ടങ്ങളെ നമുക്കിങ്ങനെ മുറിച്ചു മാറ്റി നോക്കാൻ പറ്റും. അപ്പോ ഈ വേദങ്ങളും ഉപനിഷത്ത് വരെ, വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്ത് കാലഘട്ടം വരെ ഉള്ളതാണ് വേദകാലഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. അത് ഏതാണ്ട് ഒരു AD 2-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഏതാണ്ട് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷമാണ് പുരാണങ്ങള്, അതുപോലെ സ്മൃതികള് ഇതൊക്കെ ഉണ്ടാവുന്നത്. അതിനുശേഷമാണ് ക്ലാസിക്കുകള്, കാവ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നീട് ഏതാണ്ട് നമ്മുടെ 1400 മുതൽ മറ്റു സംസ്കാരങ്ങൾ നമ്മളെ അധിനിവേശിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഡച്ച്, അതുപോലെ തന്നെ പോർച്ചുഗീസ്, കൊളോണിയലിസം, അതുപോലെ മുസ്ലിം അധിനിവേശങ്ങൾ, ഇതെല്ലാം വന്നപ്പോഴേക്കും മറ്റ് പല സംസ്കാരങ്ങളും നമ്മുടെ ഇതിലേക്ക് കൂടിക്കയറി വരാൻ തുടങ്ങി. മറ്റത് ഈ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് വരും പോവും എന്നുള്ളതല്ലാതെ
ഒരു സംസ്കാരത്തെ മാറ്റിമറിക്കത്തക്കതായ ഒരു കൂട്ടർ ഇവിടെ വന്ന് താമസിക്കുകയോ ഇവിടെ ജനങ്ങളെ മാറ്റിമറിക്കുകയോ അവരുടെ ചിന്തകളിൽ കയറി വ്യാപരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഏതാണ്ട് ഒരു 1400 വരെയുള്ള കാലഘട്ടങ്ങളില് ഇതിനൊന്നും വലിയ ഇളക്കങ്ങളൊന്നും തട്ടിയിരുന്നില്ല. പിന്നെ ഈ ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ വൈദിക ധാർമ്മിക സംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ ഭക്തി പ്രസ്ഥാനം കൂടി വന്നപ്പോൾ ഈ ക്ഷേത്രങ്ങൾ വന്നു, കലകൾ വന്നു, അതുപോലെ തന്നെ സംസ്കാരം അതിനനുസരിച്ച് മാറി. അപ്പോ അതിനൊന്നും കൂടി ഒരു പരിപോഷണമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള അധിനിവേശങ്ങളൊക്കെ വന്നു ചേർന്നത്. അധിനിവേശം വന്നപ്പോൾ നമ്മുടെ ചിന്താഗതികളും മാറി തുടങ്ങി. അധിനിവേശം വരിക എന്ന് പറയുന്നത് ആ കാലത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇപ്പോഴും നമ്മൾ അധിനിവേശത്തിന്റെ അടിപ്പെട്ട് കിടക്കുക തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ വാക്കങ്ങട് കേൾക്കുമ്പോഴേക്കും എന്തെന്നില്ലാത്ത ദേഷ്യത്തോട് കൂടിയിട്ട് അതിനെ സമീപിക്കുന്നത്. ഈ പറഞ്ഞ വേദങ്ങളും ബ്രാഹ്മണങ്ങളും അതുപോലെ തന്നെ ഉപനിഷത്തുകളും ഒക്കെ ചില കൂട്ടർക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇപ്പോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആരും അതൊന്നും പഠിച്ച് എന്താ അവിടെ പറഞ്ഞു വച്ചിരിക്കണത് എന്ന് നോക്കാൻ പോണില്ലല്ലോ. അതിലാണ് ഏറ്റവും ദുഃഖമുള്ളൂ. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ ഒരു വാക്കുകൾ അങ്ങനെയുള്ള പദങ്ങൾ പറയില്ല. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നോ എന്നൊന്നുമല്ല. കാലികമായിട്ടുള്ള മാറ്റങ്ങള് നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അതായത് ഫോൺ ഇല്ലാത്തൊരു കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഫോൺ വന്നപ്പോൾ ഉള്ളതായ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സുഖം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫോൺ കണ്ടു ജനിച്ച ആൾക്കാർക്ക് ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല. അതുപോലെയാണ്. അപ്പൊ മുൻപേ കാലത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഇപ്പോ അത്രയും കാലം പിന്നിലുള്ളതായിട്ടുള്ള ഒരു യുഗത്തിനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും ചർച്ച ചെയ്യാൻ പറ്റില്ല. ചർച്ച ചെയ്യാമെന്നല്ലാതെ തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. ഒന്നാമത് അത് ചരിത്രമായി അത് കഴിഞ്ഞുപോയി. അവിടെ ഇനി തിരുത്താനൊന്നും പറ്റില്ല. അത് പറഞ്ഞുകൊണ്ട് കൂടുതൽ കൂടുതൽ വിദ്വേഷങ്ങള് ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഒരു കാലഘട്ടത്തിന്റെ യുഗധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ എന്തുകൊണ്ട് സീതയെ പരിത്യജിച്ചു? സീതയെ പരിത്യജിക്കുമ്പോൾ എന്തുകൊണ്ട് ജനൻ സീതയെ അന്വേഷിച്ചില്ല? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും ഇന്ന് ചോദിക്കുമ്പോ ശ്രീരാമൻ ഏറ്റവും കുൽസിതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാറുണ്ട്. ഈ പറഞ്ഞ ഭാര്യാപരിത്യാഗം, സീതാപരിത്യാഗം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുപോലെ പാണ്ഡവരും കൗരവരും തമ്മിൽ ചൂത് കളിച്ചിട്ട് തോറ്റ പാണ്ഡവര് കാട്ടിലേക്ക് പോയി 12 കൊല്ലമൊക്കെ എന്തിനാ കാട്ടിൽ പോയത്? 13ാമത്തെ കൊല്ലം ഒരു അജ്ഞാതവാസം. ഇതൊക്കെ എന്തിനാ എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത് തോറ്റാൽ പരിഭ്രഷ്ടരാക്കലാണോ? പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് യുഗധർമ്മം. അന്ന് നളനും അതുപോലെ തന്നെ പുഷ്കരനും ചെറിയച്ഛന്റെ മകനായിട്ടുള്ള പുഷ്കരനുമായിട്ട് ചൂത് കളിച്ച് തോറ്റു. അപ്പോഴും നളനും കാട്ടിലേക്കാണ് പോയത്. കാട് എന്നുള്ളത് അന്നത്തെ കാലത്ത് വലിയൊരു ആശ്രയസ്ഥാനമായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കാട്ടിലേക്ക് തന്നെയാണ് എല്ലാവരും പോയിരുന്നത്. വാനപ്രസ്ഥം എന്നുള്ള ആ ഒരു ആശ്രമം ഉണ്ടാവുന്നത് തന്നെ ഈ പറഞ്ഞ കാടിന്റെ ഒരു അലൗകികമായിട്ടുള്ള സൗന്ദര്യം കൊണ്ടും ആ ജനങ്ങളെ ഏറ്റവും വിശുദ്ധരാക്കാനുള്ള ശക്തി കൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ ആ ഒരു ആവശ്യത്തിനൊന്നും അല്ല രാജാക്കന്മാര് ചില കാലഘട്ടങ്ങളില് കാട്ടിലേക്ക് പോയത്. അപ്പൊ ഇന്ന് അതിനെയൊന്നും ന്യായീകരിക്കാൻ നമുക്ക് ആവില്ല. ചില അംശങ്ങൾ ചിലപ്പോൾ മാറാതെ ഇപ്പോഴത്തെ കാലത്തേക്കും വരുന്നുണ്ടാവും. പക്ഷെ ചില അംശങ്ങളൊക്കെ മാറുന്നുണ്ട്. സ്വത്തിന്റെ സ്വഭാവം മാറുന്നില്ലേ? എത്രയോ കാലഘട്ടങ്ങളിലായിട്ട് ഒരു കാലത്ത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു സ്വത്തിന് അവകാശം. ഒരു കാലത്ത് പെൺകുട്ടികൾക്ക് അവരവരുടെ ഗൃഹങ്ങളിൽ സ്വത്തിന് അവകാശമേ ഉണ്ടായിരുന്നില്ല. എവിടേക്കാണോ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നത് അവിടുത്തെ സ്വത്തിനായിരുന്നു അധികാരം. ഇപ്പൊ അതൊക്കെ മാറി മറിഞ്ഞു. എല്ലാ മക്കൾക്കും ഒരേപോലെ സ്വത്തിന് അവകാശം. ഇതെങ്ങനെയാ മാറി മറിയുന്നത്? ഇത് മാറിയില്ലേ? അപ്പോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറുന്നതായിട്ടുള്ള ചില അംശങ്ങളുണ്ട്, മാറാത്തതായിട്ടുള്ള ചില അംശങ്ങളുണ്ട്. ഇപ്പോ ഒരിക്കലും ഭാര്യയെ പരിത്യജിച്ച് കാട്ടിൽ കൊണ്ട് കളയാനൊന്നും പറ്റില്ല, നമുക്കറിയാലോ. അപ്പോ ശ്രീരാമൻ ചെയ്തത് തെറ്റന്നെയായിരുന്നു. സീതാപരിത്യാഗത്തിന് ഇനി എന്തെല്ലാം മാനങ്ങൾ അവിടെ ഇവിടുന്ന് ഒക്കെ കൊണ്ടുവരാമെങ്കിലും എന്ന് ആലോചിക്കുമ്പോഴും അത് തെറ്റായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ്. ശ്രീരാമൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അതിലൊന്നും ആർക്കും ഒരു തെറ്റിദ്ധാരണയുമില്ല. രാജാവ് എന്നുള്ള രീതിയിൽ ശ്രീരാമൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ സീത എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വലിയൊരു പാതകമാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഗർഭിണിയായിട്ടുള്ള സീതയെ പരിത്യജിച്ചു എന്നുള്ളത് ആരും മേൽപ്പത്തൂരൊക്കെ തന്നെ കഷ്ടം തന്നെ, മൈഥിലിയെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്
കരഞ്ഞുകൊണ്ടാണ് ശ്ലോകങ്ങൾ എഴുതുന്നത്. ആ വാക്കില് ആ ദുഃഖം നമുക്ക് ആ ശ്ലോകം എടുത്തു നോക്കിയാല് ആ കഷ്ടം എന്നുള്ള വാക്കുകള്, ഹാ ഹാ എന്നുള്ള വാക്കുകളൊക്കെ ആ രാമായണം കഥ പറയുമ്പോൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെന്നല്ല, 500 കൊല്ലം മുമ്പുണ്ടായിരുന്ന മേൽപ്പത്തൂരിനും അതിനു മുമ്പുണ്ടായിരുന്നവർക്കൊക്കെ ഇത് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് പക്ഷെ ശ്രീരാമൻ ജയിച്ചത്, അല്ലെങ്കിൽ ശ്രീരാമന്റെ ജയം എവിടെയായിരുന്നു? അതും നമ്മൾ ആലോചിക്കണമല്ലോ. രാജ്യത്തിനു വേണ്ടി സമർപ്പിത ചേതസ്സായിരുന്നു അദ്ദേഹം. പ്രജാരഞ്ജകൻ എന്ന് പറഞ്ഞാൽ, ഈ രഘുവംശം എന്ന് പറഞ്ഞ കാവ്യം, രഘുവംശം എന്ന് പറഞ്ഞിട്ടുള്ള വംശം എടുത്താല് 19 സർഗങ്ങളെ കൊണ്ട് കാളിദാസൻ വർണ്ണിച്ചിട്ടുണ്ട്. അതല്ലാതെ പുരാണങ്ങളിലൊക്കെ ശ്രീരാമന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ പരിപൂർണമായിട്ടും രാമന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ എടുത്തു നോക്കിയാല് രാമന് വിശ്വാമിത്രൻ ഈ സനാതന ധർമ്മങ്ങളെ പറ്റിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് രാമനും ലക്ഷ്മണനും കൂടിയിട്ട് വിശ്വാമിത്രന്റെ കൂടെ സിദ്ധാശ്രമത്തിലേക്ക് പോകുന്ന ആദ്യത്തെ വനയാത്ര. അപ്പോ ദശരഥൻ പറഞ്ഞയച്ചിട്ട് ബാലകന്മാരായിട്ടുള്ള കുട്ടികളാണ്, പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് വിശ്വാമിത്രൻ പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് വിശ്വാമിത്രന്റെ സിദ്ധാശ്രമത്തിലേക്ക് എത്തിയിട്ട് അവിടെ യാഗരക്ഷ നടത്തുന്നുണ്ട്. ആ യാത്രയിൽ മുഴുവനും പല പല പ്രദേശങ്ങളും കാണിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് ധർമ്മം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ശ്രീരാമൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വിശ്വാമിത്രൻ. ആ കാഴ്ചപ്പാട് വളരെ കുട്ടിക്കാലത്താണ് അത് ശ്രീരാമൻ കേട്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ഒരു 10-12 അല്ലെങ്കിൽ 10-15 വയസ്സിന്റെ ഉള്ളിൽ കേട്ടതായിട്ടുള്ള വിഷയങ്ങള് മറക്കില്ല. നമ്മള് കണ്ടിട്ട് നമുക്ക് കാണാൻ പറ്റും, വാർത്തകളിലൊക്കെ കേട്ടാല് ഈ മറവി രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് കുട്ടിക്കാലത്ത് എന്താ ചെയ്തിരുന്നത് എന്നൊക്കെ ഓർമ്മയുണ്ട്. ഒരു പ്രായം വരെയുള്ളത് ഓർമ്മയുണ്ട്, പിന്നെന്ന് ഓർമ്മ. അപ്പോ ആ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടോ, എന്തെല്ലാം കേട്ടിട്ടുണ്ടോ, അതൊക്കെ തറഞ്ഞു കയറി മനസ്സിലുണ്ടാവും. വേറെ ഒന്നും വന്ന് ഭവിക്കാത്തതായ, യാതൊരു കൽമഷവും ഇല്ലാത്തതായിട്ടുള്ള മനസ്സിലും ബുദ്ധിയിലും ഇത്തരം ഉപദേശങ്ങളൊക്കെ നല്ലോണം ചെല്ലും. അങ്ങനെയാണ് രാമന് ഈ ക്ഷാത്രധർമ്മം നല്ലവണ്ണം ഉറച്ചത്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടം വന്നപ്പോൾ അരുതായ്മയാണ്, തെറ്റാണ് ചെയ്യണതെന്ന് അറിഞ്ഞിട്ടും പ്രജകളെ രഞ്ജിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാളിദാസൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പ്രജാരഞ്ജനം എന്ന് പറയുന്നത്. ഈ രഘുവംശ രാജാക്കന്മാരുടെ ഒരു ഘട്ടം വരെയുള്ള, എല്ലാവരെ പറ്റിയൊന്നും പറയണില്ല, രാമൻ കഴിഞ്ഞിട്ടുള്ള ഒരു 2-3 തലമുറ വരെയുള്ളവർക്ക് പ്രജാരഞ്ജനം വലിയൊരു ആവശ്യമായിരുന്നു. പ്രജകളെ രഞ്ജിപ്പിക്കുന്നവനെയാണ് രാജാവ് എന്നുള്ള വാക്കുകൊണ്ട് നിർദ്ദേശിക്കാൻ തന്നെ പറ്റുള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദിലീപൻ മുതൽക്കുള്ളവരുടെ കഥ പറയുമ്പോൾ ദിലീപനായാലും രഘു ആയാലും അജനായാലും ദശരഥനായാലും രാമനായാലും കുശനായാലും കുശന്റെ പുത്രനായിട്ടുള്ള അതിഥി വരെയുള്ളവര് പ്രജകൾക്ക് വേണ്ടി, രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് രാമൻ അങ്ങനെ ഒരു കടുകൈ ചെയ്തത്. ഏതോ ഒരു വ്യക്തിക്ക് ആരോ ഒരാള് പറഞ്ഞു അങ്ങനെ സീതയുടെ ഒരു അപവാദത്തിനെ പറ്റിയിട്ടെന്ന് പറഞ്ഞപ്പോൾ സീതയെ പരിത്യജിക്കുന്നത് തന്റെ ഒരു യശസ്സിന് വേണ്ടി മാത്രമൊന്നുമല്ല. തന്റെ യശസ് ഇനി അതിലൊരു ഭാഗമായിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ രാജ്യം ആ ഒരു കാരണം കൊണ്ട് ഇളകിമറിയരുത്, രാജ്യത്തിൽ ഒരു അസമത്വം ഉണ്ടാവരുത്, രാജാവിന് എന്തുമാവാം എന്നുള്ള ആ ഒരു മട്ടുണ്ടാവരുത്. അതാണ് പഴയ കാലത്തെ കാവ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, ഈ കിരാതാർജുനീയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാവ്യമുണ്ട്. അതില് ദുര്യോധനന്റെ ഭരണത്തിനെ പറ്റിയിട്ട് ഭാരവി പറയുന്നുണ്ട്. ഇവര് കാട്ടിലേക്ക് പോകുന്നതിന് ശേഷം അവരവരുടെ ആൾക്കാരാണെന്നോ മറ്റുള്ളവരുടെ ആൾക്കാരാണ് എന്നുള്ള യാതൊരു വ്യത്യാസവും കാണിക്കാതെയാണ് ദുര്യോധനൻ രാജ്യം ഭരിച്ചിരുന്നത് അത്രേ. അപ്പൊ ദുര്യോധനൻ ഇമാതിരിയിലെ രാജ്യം ഭരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ യുധിഷ്ഠിരന് രാജ്യം ഭരിക്കാൻ തന്നെ പറ്റില്ലായിരിക്കോ എന്നുള്ളൊരു പേടി പാണ്ഡവന്മാരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ രാജ്യഭരണം എന്ന് പറയുന്നത് കേവലം വാചാടോപമല്ല, വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ട് ജനങ്ങളെ തങ്ങളുടെ കൂടെ നിർത്താനൊന്നും പറ്റില്ല. ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നതായിട്ടുള്ള ധർമ്മമാണ്. ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് തന്നെയാണ് സനാതന ധർമ്മം എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് സനാതനമായിട്ടുള്ള ധർമ്മം ഉണ്ടാവുന്നത്, ആ പേരിടാൻ പറ്റുന്നത്. അതിലൊരു വ്യക്തിക്കൊന്നും പ്രാധാന്യമില്ല, അല്ലെങ്കിൽ ഒരു രാജവംശത്തിനോ ഒരു മനുഷ്യവംശത്തിനൊന്നും ഒരു പ്രത്യേകതയില്ല. എല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള നന്മയുടെ മാർഗമാണ്, നീതിയുടെ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ രക്ഷയ്ക്കുള്ള മാർഗമാണ് സനാതനധർമ്മം. ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വാക്ക് ഹിന്ദുവിന്റെ കൂടെ അല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇതിനെ അംഗീകരിച്ചേനെ കേട്ടോ. ഇതിന്റെ അർത്ഥത്തിലേക്കൊക്കെ എല്ലാവരും പോയി നോക്കുമ്പോൾ ഇത് വളരെ വിശാലമാണ് എന്ന് പറയാൻ തക്കവണ്ണമുള്ളതായ ഒരു വാക്കാണല്ലോ. ഇപ്പൊ നമ്മൾ പല പല ഉദാഹരണങ്ങളിൽ കൂടെ പോകുമ്പോൾ ഇത് എല്ലാവരുടെ നന്മയെയും ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അത്
ഹിന്ദുക്കളാണ് അത് ഹിന്ദുക്കളുടേതാണോ എന്നൊരു സംശയമുണ്ട്. അതായത് ഹിന്ദു മതത്തിനെയാണോ സനാതന ധർമ്മം എന്ന് പറയണത് എന്നുള്ളത് കൊണ്ടാണ് അതിന് ഇത്ര ഒരു പോറല് അല്ലെങ്കിൽ അതിനൊരു പ്രഹരമേൽക്കേണ്ടതായിട്ട് വരുന്നത്. ഇതിന് രണ്ട് മാർഗങ്ങളാണ് ഇതിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ട് വരുന്നത്. ഒന്ന് ഗ്രന്ഥപരമായിട്ടുള്ള നിലനിൽപ്പ്, മറ്റൊന്ന് ആചാരപരമായിട്ടുള്ള നിലനിൽപ്പ്. ആചരണങ്ങളിലൂടെ ഗ്രന്ഥങ്ങൾ ഉണ്ടാവുക എന്നും പറയാം, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ കണ്ട് ആചരിക്കുക എന്നും പറയാം. സത്യസന്ധമായിട്ട് ആലോചിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ആദ്യം ഉണ്ടായത് എന്താവണം? ആചാരങ്ങള്, അനുഷ്ഠാനങ്ങളൊക്കെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് കേവലം ഈ പറഞ്ഞ ആചരണങ്ങൾ മാത്രമൊന്നുമല്ല, അവിടെ ആഘോഷങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, അതുപോലെ സന്തോഷത്തിനുള്ള വകുപ്പുകളും എല്ലാം അതില് ഒത്തുകൂടലുകളുണ്ട്. പ്രവൃത്തികളാണ്, നന്മ ചേർന്ന പ്രവൃത്തികളാണത്. നന്മയ്ക്ക് വേണ്ടി ഉത്തേജിപ്പിക്കുന്ന, മറ്റുള്ളവനെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ തന്നെ സനാതന ധർമ്മമാണ്. അതിൽ നിന്ന് ആവശ്യമില്ലാത്തത് ഇപ്പൊ നമുക്ക് പല ചർച്ചകളിലും കാണാൻ പറ്റും. മേൽവസ്ത്രം അണിഞ്ഞുകൊണ്ട് പുരുഷന്മാർക്ക് അമ്പലങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാമോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സത്യസന്ധമായിട്ട്, ഞാൻ പലതവണ സത്യസന്ധമായിട്ട് എന്നുള്ള വാക്ക് പറയുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ പോലെ തന്നെ പുരുഷന്മാരും വസ്ത്രമിട്ട് കയറിക്കോട്ടെ, അതിന് വലിയ തെറ്റൊന്നും പറയാനില്ല. തിരക്കില്ലാത്തൊരു സ്ഥലത്ത് ഈ മേൽവസ്ത്രം ഇല്ലാതൊരു ആള് ചെന്നാലും അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊന്നും വരില്ല. പക്ഷെ ഈ തിക്കും തിരക്കും വയ്യ, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ചിലപ്പോ മറ്റൊരാളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലും, നേരിട്ട് സ്പർശിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ വസ്ത്രധാരണം നടത്തിയിട്ട് പോയാൽ മതി. അന്നത്തെ കാലത്ത് ഈ കാളിദാസനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, വിനീത വേഷേണ പ്രവേഷ്ടവ്യാനി തപോവനാനി നാമ എന്ന്. വിനീതമായിട്ടുള്ള വേഷങ്ങളോട് കൂടിയിട്ട് വേണം തപോവനങ്ങള്, ആശ്രമങ്ങള്, അതുപോലെ ക്ഷേത്രങ്ങള്, അവിടേക്കൊക്കെ പ്രവേശിക്കാൻ. എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നതിന്റെ ഉദ്ദേശം ഈ വസ്ത്രപ്രദർശനമൊന്നുമല്ല. അതല്ലെങ്കിൽ നമ്മുടെ ഒരു വേഷവിധാനങ്ങളോ, തലയിൽ അണിഞ്ഞിരിക്കുന്നതായ ആഭരണങ്ങളോ, കഴുത്തിലും മേലോ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ഇതൊന്നും പ്രദർശിപ്പിക്കാനല്ല നമ്മള് ആശ്രമങ്ങളിലായാലും അതുപോലെ ദേവാലയങ്ങളിലായാലും പോകുന്നത്. അവിടെ പോകുന്നത് വേറെ ഉദ്ദേശമാണ്. ഇനി ഒരു ഉദ്യാനത്തിലോ മറ്റൊരു പാർക്കിലോ ഒക്കെ പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കാം. രാജാവ് ഏറ്റവും പ്രൗഢിയോട് കൂടിയിട്ട് ഉദ്യാനങ്ങളിലേക്കൊക്കെ പോകുന്നതും അതുപോലെ ജനങ്ങളെ കാണാനായിട്ട് പോകുമ്പോഴൊക്കെ എന്ത് വേണമെങ്കിലും ധരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കാളിദാസൻ പറയുന്നതാണ്, എന്റെ ഇഷ്ടത്തിന് ഞാൻ പറയുന്നതല്ല. അവിടെ ആ അങ്ങനെയുള്ള വർണ്ണനകള്, ഇത് ദുഷ്യന്തനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദുഷ്യന്തൻ കണ്വന്റെ ആശ്രമത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിനെ ഒരു ക്ഷേത്രമായിട്ടാണ് കാണുന്നത്. ഏറ്റവും പരിപാവനമായിട്ട് അവരവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ പ്രജകൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാർത്ഥതകളെല്ലാം വെടിഞ്ഞുകൊണ്ട് താമസിക്കുന്ന ഒരു കൂട്ടം ഋഷീശ്വരന്മാരുടെ പ്രദേശമാണ് ആശ്രമസ്ഥാനം. അതുകൊണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഇത്ര വേഷവിധാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നായാട്ടിനായിട്ട് പുറപ്പെട്ട ദുഷ്യന്തൻ തന്റെ പടച്ചട്ടകളും ആയുധങ്ങള് അതുപോലെ തന്നെ വലിയ വലിയ ഭൂഷണങ്ങള് എല്ലാം ഊരി സൂതന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വിനീത വേഷധാരിയായിട്ടാണ് ആശ്രമത്തിലേക്ക് പോകുന്നത്. അതുപോലെ ആശ്രമത്തിൽ നിൽക്കണം എന്നുള്ള ഒരു തോന്നല് അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. ശകുന്തളയെ കണ്ടിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കും എന്ന് ചോദിക്കുമ്പോൾ വിദൂഷകൻ പറയുന്ന ഒരു വാക്യുണ്ട്, ഈ രാജ്യത്തിന്റെ 1/6 നമുക്ക് രാജാവിന് കൊടുക്കാനുള്ളതാണ്, കരം അഥവാ ടാക്സ് എന്നുള്ള രീതിയിൽ. അത് രാജാവിന് സ്വന്തമാക്കാം. ഇന്ന് നമുക്കൊക്കെ എല്ലാ കാലത്തും ടാക്സ്, എത്രയോ കാലങ്ങൾക്ക്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ടാക്സ് എന്ന് പറഞ്ഞ ആ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു ടാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നെല്ല്, അവിടെ അവരും കൃഷി ചെയ്യുന്നുണ്ട്, നീവാരം പോലെയുള്ളതായ കരനെല്ല് കൃഷികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, അത് വാങ്ങാനെന്നുള്ള വ്യാജേന നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് ദുഷ്യന്തനോട് വിദൂഷകൻ പറഞ്ഞു കൊടുക്കുമ്പോ വിദൂഷകനെ കളിയാക്കിക്കൊണ്ട് പറയും, തനിക്ക് എന്താടോ, ഈ ഒരു 1/6 നെല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആശ്രമത്തിലേക്ക് വരണോ? അവര് ഈ രാജ്യം ഇതുപോലെ നിലനിർത്തുന്നതിന് ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ്, നിർലോഭം ചെയ്യുന്നവരാണ്. അവരാരും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല അവിടെ പൂജകളും യാഗങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് താമസിക്കുന്നത്. എല്ലാ ലൗകിക സുഖങ്ങളും വെടിഞ്ഞിട്ട് പോയി താമസിക്കുന്ന സ്ഥലമാണ് തപോവനങ്ങളും ആശ്രമങ്ങളും ഒക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് സനാതനം എന്നുള്ളൊരു വാക്കും സനാതന ധർമ്മം എന്നുള്ളതായിട്ടുള്ള ഒരു വാക്കും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നത്. അതിനെ ഒന്ന് വിടർത്തി, പൂവൊക്കെ വിടർത്തിയിട്ട് അതിന്റെ ഉള്ളിലുള്ള കാഴ്ച കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കുറച്ചുകൂടി നല്ല ഉദാഹരണം
മൊബൈലിൽ ചില ചിത്രങ്ങൾ കാണാതെ വരുമ്പോൾ നമ്മൾ അതിനെ വലുതാക്കി കാണുന്നത് പോലെ അതൊന്ന് വലുതാക്കി നോക്കിയാൽ അതിൻ്റെ ഉള്ളിലുള്ളതായ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്കുള്ള ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അതൊന്നും കാണാതെ വെറുതെ ഇതിനെ ഇട്ട് അടിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതോടൊപ്പം പറയാനുള്ളത്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതില് നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസങ്ങള്, അത് ധർമ്മം എന്ന വാക്ക്, അതിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് മുമ്പാക്കം പോകുന്നത്. ധർമ്മത്തിന്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു, നീതിപൂർവകമായിട്ടുള്ള കടമയാണ്. അതിനെയാണ് നമുക്ക് ധർമ്മം എന്ന് വിളിക്കാൻ പറ്റുക. അതുപോലെ ആ പൂർവകമായിട്ടുള്ള കടമ, ധർമ്മം എന്നുള്ളത് പ്രവൃത്തി തലത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിനെ നമുക്ക് കർമ്മം എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളുണ്ട്. നമ്മുടെ ചെയ്യാനുള്ളതായ പ്രവൃത്തികളെയാണ് നമ്മൾ കർമ്മം എന്ന് വിളിക്കുന്നത്. കർമ്മം ചെയ്യാതെ നമുക്ക് ജീവിച്ചിരിക്കാനേ പറ്റില്ല. കർമ്മം എന്നുള്ളത് തന്നെയാണ് മനുഷ്യൻ. അതാണ് ഭഗവത്ഗീതയായാലും ഒക്കെ പറയുന്നത്. ശങ്കരാചാര്യര് വളരെ ഭംഗിയായിട്ട് ധർമ്മത്തെ പറ്റിയിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വാക്യമുണ്ട്. അതെല്ലാം നമ്മള് സ്വാംശീകരിക്കാതെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അതും കൂടി ഒന്ന് ശങ്കരാചാര്യര് പറഞ്ഞ വാക്ക്, അത് നമ്മൾ ഈ ഒരു വേദിയിലല്ലാതെ, വേദിയിലെങ്കിലും നമ്മൾ ഇതൊക്കെ പറയണല്ലോ. എന്താണ്? ജഗത സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുക്യ ബ്രാഹ്മണൈഹി വർണ്ണിഭിഹി ആശ്രമൈഹി ശ്രേയോർത്ഥിഭി അനുഷ്ഠീയമാന. വലിയൊരു വാക്യമാണെന്ന് തോന്നും. ഇതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ. ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ജഗത സ്ഥിതി കാരണം, ജഗത്ത് ഇവിടെ നിലനിൽക്കുന്നതിന് കാരണഭൂതമായിട്ടുള്ളതാണ് ധർമ്മം. പ്രാണിനാം, ജഗത്ത് എന്ന് പറയുന്നത് അവിടെ ജീവനുള്ളവയുണ്ട്, ജീവനില്ലാത്തവയുണ്ട്. പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് ബോധമുള്ളവരാകേണ്ടത് ജീവനുള്ളവരാണല്ലോ, പ്രാണികളാണ്. അതിൽ വെച്ച് മനുഷ്യരാണ്. പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു. അഭ്യുദയം എന്ന് പറഞ്ഞാൽ അവരുടെ ഉയർച്ചയ്ക്ക്, നിശ്രേയസം എന്ന് പറഞ്ഞാല് മോക്ഷത്തിന്. മോക്ഷം എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ ഇവിടെ ജീവിച്ചാൽ നമുക്ക് അവസാന കാലഘട്ടങ്ങളിൽ എന്തായാലും സമാധാനവും സന്തോഷവും ഉണ്ടാവും. അതിനെ തന്നെയാണ് നമ്മള് ഈ മോക്ഷം എന്നുള്ള പദം കൊണ്ട്, ജീവൻ മുക്തൻ എന്നുള്ള പദമൊക്കെ വേദാന്തികൾ പ്രയോഗിക്കും. ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുക്തനായിട്ടുള്ളവൻ, ഒരുപാട് സംസർഗങ്ങളില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്നവൻ. സംസർഗങ്ങൾ കൊണ്ടാണ് ദുഃഖങ്ങളായാലും ഉണ്ടാകുന്നത്. സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും പെടാതെ നടക്കുന്നവനെയാണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായിട്ടുള്ളവനെയാണ് ജീവൻ മുക്തൻ എന്ന് പറയണത്. അങ്ങനെ നിശ്രേയസ്സിനും പരിപൂർണമായിട്ടുള്ള ശ്രേയസ്സിന് ഹേതുവായി നിൽക്കുന്ന ബ്രാഹ്മണരാലും അതുപോലെ ആശ്രമികളാലും. ബ്രാഹ്മണര് എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി പുറപ്പെടുന്നവര്, ജ്ഞാനികളായിട്ടുള്ളവര് എന്നുള്ള അർത്ഥമാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്. അറിയാൻ പോകുന്നവർക്കൊക്കെ, അറിയണമെന്ന് വിചാരിച്ചു പോകുന്നവർക്കൊക്കെ ഇതിന് വഴികളുണ്ട്. അറിയാൻ വേണ്ടിയിട്ടല്ലാതെ വെറുതെ ക്രൂശിക്കാൻ വേണ്ടിയിട്ട്, അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടരുത്. ഇന്ന് എല്ലാവർക്കും പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് കയ്യിൽ കിട്ടും. പക്ഷെ ഒരു സാധനം ക്ഷണശ കണശ വിദ്യാം ധനം ചാർത്ഥയേതെന്ന് പറയാറുണ്ട്. ഒന്നും എളുപ്പത്തിലൊന്നും നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരില്ല. കണശ എന്ന് വെച്ചാല് ഓരോ കണങ്ങളായിട്ട്, കണശ ഓരോ കണങ്ങളായിട്ടേ വരുള്ളൂ. പക്ഷെ കണങ്ങളായിട്ടെങ്കിലും വന്നാലേ പിന്നെ അത് വലിയൊരു മലവെള്ളം ആവുള്ളൂ. മലവെള്ളം, പെരുവെള്ളം എന്നൊക്കെ പറയുന്നത് എങ്ങനെയാ? ഒറ്റയ്ക്ക് വരുന്ന ഓരോ തുള്ളികൾ തന്നെയാണ്. അതങ്ങോട്ട് വന്ന് ചേരുമ്പോഴാണ് അത് വലിയൊരു പെരുവെള്ളമായി തീരുന്നത്. അതുപോലെ വിദ്യയായാലും ധനമായാലും ഒക്കെ പതുക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെയുള്ളതിനെ വിലയുള്ളൂ, അല്ലാത്തതൊന്നും വിലയില്ലാതെ തീരും. അപ്പോ ഉത്സാഹിക്കണം, അധ്വാനിക്കണം, അല്ലാതെ ഒന്നും കരസ്ഥമാവില്ല. ഉദ്യോഗിന പുരുഷസിംഹം ഉപൈതി ലക്ഷ്മി. ഇതൊക്കെ ഉപനിഷത്തുകൾ എന്താണ്, സാരോപദേശങ്ങളായിട്ടുള്ള വാക്കുകളാണ്, സുഭാഷിതങ്ങളാണ്. ഇതിലൊക്കെ എന്താ പറയണത്? ഒരു ദിക്കില് ഹിന്ദു എന്നൊന്നും പറയണില്ല. ഹിന്ദു മാത്രമേ ചെയ്യാവൂ എന്ന് പറയണില്ല, ആർക്കും ആവാം. അതുപോലെ പുരാതനമായിട്ടുള്ള സംസ്കാരങ്ങൾ നിലനിന്നിരുന്ന ദിക്കിലൊക്കെ ഇതൊക്കെ ഉണ്ട്. ചൈനീസിലൊക്കെ ധർമ്മം എന്നുള്ളതിന് താവോ എന്നാണ് പറയണത് അത്രേ. ഹിബ്രു അതുപോലെ അറബി ഭാഷയിലുണ്ട്, അതിന് അഷ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ മാത്രം കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മുടെ മാത്രമാണെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് ഉണ്ടായ സംസ്കാരം ഒന്നുമല്ല. അങ്ങനെയല്ലാത്ത നമ്മുടെ സംസ്കാരം പെട്ടെന്ന് ഉണ്ടായതല്ല.
എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനങ്ങൾ കർമ്മനിരതരായിരുന്നു, അറിവിന് വേണ്ടി പ്രയത്നിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപോലെ ഗ്രീക്കില്, അതുപോലെ മെസപ്പൊട്ടോമിയ, അതുപോലെ വലിയ വലിയ ചരിത്രങ്ങൾ ഉറങ്ങുന്നതായിട്ടുള്ള രാജ്യങ്ങൾ വേറെ ഉണ്ട്. അവിടെയൊക്കെ ധാർമ്മികമായിട്ടുള്ള ചിന്തകളുണ്ട്. എന്തിനാ ഈ ഇങ്ങനെ ചിന്തിക്കുന്നത്? ധർമ്മമല്ലാതെ നമുക്ക് ഒന്നും കൊടുത്തു പോവാനില്ല. കാശ് കൊടുത്താൽ അത് എങ്ങനെയെങ്കിലും നശിക്കും, അല്ലെങ്കിൽ സ്വത്ത് കൊടുത്താൽ അതും കൊണ്ടു നടക്കുന്നവരുണ്ടാവാം, നശിപ്പിക്കുന്നവരുണ്ടാവാം. പക്ഷെ ധർമ്മം കൊടുത്താൽ, ധർമ്മം എന്ന് പറഞ്ഞാല് ധാർമ്മികത എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് നശിക്കില്ല. അത് വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടുള്ളവര് അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഒരു സമൂഹം, സുരക്ഷിതമായിട്ടുള്ള ഒരു കുടുംബം, സുരക്ഷിതമായിട്ടുള്ള ബന്ധങ്ങൾ, അതൊക്കെ ഉണ്ടാവാൻ സനാതനധർമ്മം ഉണ്ടായേ മതിയാവൂ. അതൊരു കൂട്ടരുടെ മാത്രമൊന്നുമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനിയും ഇനിയും എത്ര നേരം വേണമെങ്കിലും ഒരു സ്പാർക്ക് ഇട്ട് തന്നാൽ പിന്നെയും പറയാനുള്ള ധാരാളം വിഷയമുള്ള, ഒതുക്കാൻ പറ്റാത്തൊരു വിഷയമാണ് സനാതനം. ഇനിയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് ഈ ശ്രേണിയിലുണ്ട്. അവർക്ക് ഇതിലും ഭംഗിയായിട്ട്, ഇതിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവും. നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് ഇതിന് മാത്രമാണ്. ഇനിയും ഇനിയും ഈ ഇഴ നീക്കി പരിശോധിക്കാൻ ഉള്ള ഒരു മനസ്സുണ്ടാക്കുക. എവിടെയാണ്, ഏത് ദുർബലതയെയാണ് അടിക്കാൻ വരുന്നത്, ഏത് ദൗർബല്യത്തിനാണ് നമുക്ക് അടി കിട്ടുന്നത്, അവിടെ ശക്തമാക്കുക എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശം നമുക്കൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം. ഈ ധർമ്മം, സനാതനധർമ്മം എന്ന് പറയുന്ന ശാശ്വതമായിട്ടുള്ള ഈ ഒരു വലിയ മാർഗം ഇനിയും ഇനിയും ഉന്നതിയിലേക്ക് സഞ്ചരിക്കട്ടെ. അതിലേക്ക് ഇനിയും ജനങ്ങൾ വന്നു ചേരട്ടെ. അതിന്റെ ഓരോ കാലത്തെ പ്രവർത്തകരാണ് ശങ്കരാചാര്യസ്വാമികളൊക്കെ. എന്നും അവരെയൊക്കെ പ്രാതസ്മരണീയന്മാരാണ്. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ട, അച്ഛനമ്മമാരുടെ കൂടെ തന്നെ ഓർക്കേണ്ട മഹത് വ്യക്തിത്വങ്ങൾ. ആ വാക്കുകൊണ്ടൊന്നും പറഞ്ഞാൽ ഒന്നും ആവില്ല. അത്രയ്ക്ക് വലിയ പണ്ഡിതന്മാരാണ്. അവരെയൊക്കെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ പണ്ഡിതന്മാരുടെ മുമ്പില്, വിദ്വജനങ്ങളുടെ മുമ്പിലൊക്കെ സമർപ്പിക്കട്ടെ. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. സന്തോഷം. ശ്രവിച്ചിരുന്ന എല്ലാവരോടും നന്ദി. വളരെ സന്തോഷം സരിതാജി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ഈ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുവാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എന്താണ് സനാതനം, നമ്മളൊക്കെ സനാതന ധർമ്മത്തെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും എന്താണ് സനാതന ധർമ്മം എന്ന് പറയുവാനായിട്ട്, അല്ലെ എന്താണെന്ന് മറ്റുള്ളവരോട് വിശദീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. പക്ഷെ അതിന് ഒരു മാറ്റം കുറിക്കുവാൻ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് സാധിച്ചു, അല്ലെങ്കിൽ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന് പങ്കെടുത്തിരിക്കുന്ന പല അംഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവാം. ഒരു 5 മിനിറ്റും കൂടെ സരിതാജി അനുവദിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ. ഇപ്പം ഒരു സംശയം എൻ്റെ തന്നെയാണ്. കാരണം നമ്മൾ ഈ സനാതന ധർമ്മം പരിപാലിക്കപ്പെടുവാനുമായി നമ്മൾ കുറേയധികം സാക്രിഫൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ആശങ്ക എന്നിലുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ, മറ്റുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നുള്ളൊരു ചോദ്യം ഇതിൽ നിന്ന് ഇപ്പം സരിതാജിയുടെ 1 മണിക്കൂർ എങ്ങനെ പോയി, ഈ 1 മണിക്കൂർ എങ്ങനെ തീർന്നു എന്ന് മനസ്സിലാകുന്നില്ല. അത്രയധികം വളരെ സരളമായി, വിശദമായി, അതിനെക്കുറിച്ച് ലളിതമായി അത് പ്രതിപാദിക്കുവാൻ സരിതാജിക്ക് സാധിച്ചു. തീർച്ചയായും എൻ്റെ ഈ ഒരു ചോദ്യത്തിന് ചില ഒരു ആൻസർ, കാരണം എൻ്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെ, എന്തുകൊണ്ട് ഇതൊക്കെ നമുക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണോ, നമ്മൾ മാത്രം അതോ ഈ പറയുന്ന ഭഗവത്ഗീതയെ പറയുന്ന പോലെ നമ്മൾ കർമ്മം ചെയ്യൂ ഫലം ഇച്ഛിക്കേണ്ട എന്ന് പറഞ്ഞ പോലെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് ഇത് ചെയ്യണമെന്നുള്ള ഇതൊന്നുമില്ല, നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഇതിനെ ഒരു സ്പഷ്ടത വരുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ജയശങ്കര. നമ്മള് അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഉണ്ടൊരു ചാക്രിക ഒരു ചലനം. ചില കാലങ്ങളില് ചിലത് നല്ലവണ്ണം എടുത്ത് ഉദ്ദീപിപ്പിക്കേണ്ടതായിട്ട് വരും. അതിനു വേണ്ടിയിട്ട് ചിലര് കുറെ ത്യാഗം സഹിക്കേണ്ടതായിട്ടും വരും. ഇതിന് ചെറിയൊരു പ്രശ്നം വന്നത് ഇതുകൊണ്ടാണല്ലോ. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഒരു കാലഘട്ടത്തില് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയണത്. നമുക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. നമ്മുടെ മുത്തശ്ശന്മാര് പോലും അത് ചെയ്തിട്ടുണ്ടാവില്ല. അതിനു മുമ്പേ ഉള്ള ഒരു തലമുറ ആയിരിക്കാം ചിലപ്പോ ഈ പറഞ്ഞ അയിത്തങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവര് ഇതൊന്നും കേൾക്കാൻ പാടില്ല, അത് എത്ര കണ്ട് തീവ്രതയിലാണ് നടന്നിരുന്നത് എന്നൊന്നും അറിയില്ല. അതിനെ
ഭയങ്കരമായിട്ട് ഇന്ന് രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വരേണ്യവർഗം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഒരു കാലത്ത് കിട്ടിയിരുന്നു. സ്വത്തൊക്കെ സത്യമാണ്, സ്വത്തൊക്കെ ചില ഭാഗങ്ങളില് ഇതിന്റെ ഒരു ഭാഗങ്ങളിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. അതോടൊപ്പം തന്നെ പറയട്ടെ, എല്ലാ ബ്രാഹ്മണരും ഒരുപോലെയും കൂടി ആയിരുന്നില്ല കേട്ടോ. അതും കൂടിയും ചിലരുടെ പക്ഷങ്ങളില് ചിലരുടെ ഭാഗങ്ങളിലായിട്ട് കുറെ സ്വത്ത് വന്നു, ചിലർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയും അക്കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ തുല്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് കുറെ പേരൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവര് മനസ്സിലാക്കുന്നത് മിക്കവാറും ഈ ബ്രാഹ്മണരെപ്പോഴും അവരുടെ മേധാവിത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഇപ്പോഴും ആ കാലത്തും ഇപ്പോഴും അതിന് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് യഥാർത്ഥത്തില് അറിയാൻ പുറപ്പെടാത്തത് കൊണ്ട് വരുന്നതായിട്ടുള്ള ഒരു ദൂഷ്യമാണ്. സംസ്കൃത ഭാഷ ഇന്ന് ഞങ്ങള് സംസ്കൃതത്തിന്റെ അധ്യാപകര് അനുഭവിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് സ്കൂൾ മുതലുള്ള ഭാഗങ്ങളിൽ പോലും ഒരു ക്ലാസ് മുറി അനുവദിച്ചവർക്ക് കൊടുക്കുന്നില്ല പലർക്കും. അതറിയണം. ഈ സംസ്കൃതം എന്ന് പറയുമ്പോഴേക്കും ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് എന്ന് ധരിച്ചുകൊണ്ട് ആ സംസ്കൃത ഭാഷ പഠിക്കാനുള്ള ഒരു സാഹചര്യം പല ദിക്കിലും ആരും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. മലയാള ഭാഷയ്ക്ക് സംസ്കൃതത്തിനോട് അയിത്തം പോലെയാണ്. അവർക്ക് വേണ്ട സംസ്കൃതം ഇപ്പൊ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മലയാള യൂണിവേഴ്സിറ്റിയിൽ ഇതൊക്കെ സത്യസിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മലയാള യൂണിവേഴ്സിറ്റിയില് സംസ്കൃതത്തിന് യാതൊരു സാധ്യതയും ഇല്ല. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരാൾക്ക് പോലും മലയാള ഭാഷ സംസാരിക്കാൻ സംസ്കൃതത്തിന്റെ സഹായമില്ലാതെ പറ്റില്ല. നല്ലൊരു മലയാളം എന്ന് പറയുന്നതിൽ എത്രയോ സംസ്കൃത പദങ്ങൾ ചേർന്നിട്ടുണ്ട്. കാറ്റിക്കളയണമെങ്കിൽ നിർത്തട്ടെ. ഞാൻ ചോദിച്ചു എന്നോട് എന്തോ പറയാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ ചിന്താഗതി മാറ്റാനേ അത് കുട്ടികളിലൂടെ അവര് അറിയണം. പുതിയൊരു തലമുറ ഇത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലായി വരുമ്പോൾ ഏതൊരു ശ്രമത്തിനും ഒരു ഫലം ഉണ്ടാവും. അത് ചിലപ്പോ ഇപ്പൊ നമ്മൾ പറയില്ലേ, സ്വാതന്ത്ര്യ സമരത്തിൽ എത്രയോ പേര് അവരുടെ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗുണം അനുഭവിക്കുന്നത് അവരല്ല, നമ്മളാണ് എന്ന് പറയണത് പോലെ ഇപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറെ അധികം ഉത്സാഹിച്ചാലും ഒരു കാലത്ത് അത് ഇപ്പൊ മങ്ങി കിടക്കണ ഒരു കണലാണ്, ഒരു ചാരം മൂടിയ ഒരു കനല്. ആ അവസ്ഥയിൽ നിന്നൊക്കെ കുറച്ചുകൂടിയൊക്കെ മാറി അങ്ങനെ ആയി പോവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് ജ്വലിപ്പിക്കാൻ ചിലപ്പോ കുറെ അധികം വിറകുകൾ, ഇന്ധനങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരും. അതിനൊരു ഈ പറഞ്ഞതായിട്ടുള്ള ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനൊക്കെ അതിന്റെ വലിയൊരു കൂട്ടായ്മയാണ്. ഇതിനെ ഇല്ലാതെയാക്കാൻ ഞങ്ങൾ ധാരാളം ഉണ്ട്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാലും ഹൈന്ദവത എന്ന് പറഞ്ഞാലും ഒക്കെ അതെന്തോ പാടില്ലാത്തൊരു സാധനമാണ്. ഇപ്പൊ നമ്മളോട് ചോദിച്ചാൽ ഹിന്ദു ആണെന്ന് പറയാൻ പോലും നമുക്കൊന്നും ഇപ്പൊ മടി ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് അത് പറയാൻ പോലും ഒരു മടി. അനി എന്താണാവോ അത് വിചാരിച്ച, അത് പറഞ്ഞാൽ മറ്റുള്ളവർ എന്താണാവോ വിചാരിക്കുക എന്ന് വരെ വിചാരിക്കുന്ന മനുഷ്യര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന ഒരു തീവ്രവാദത്തിന്റെ മുഖവും മറ്റുള്ളതൊന്നും ഒരു തീവ്രവാദത്തിന്റെ മുഖവും അല്ലാതെ ആവുന്നത് അത് ഈ രാഷ്ട്രീയ ലാക്കാണ് അതിന്റെ ഏറ്റവും വലിയ ശല്യമായിട്ട് കിടക്കുന്നത്. അതിനെ ബോധവൽക്കരണം കൊണ്ട്, ആക്രമണങ്ങളെ കൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. അതല്ല നമ്മുടെ വഴി. ഈ പറഞ്ഞതുപോലെ ഇവിടെ യാതൊരു ആക്രമണങ്ങളും ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ കുംഭമേള അവിടെ നടക്കുന്നുണ്ട്. അതില് എന്താണോ ഏതാണോ നടക്കുന്നത്, എത്രയോ പേരവിടെ വന്നു. വിശ്വാസം കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനും കൂടിയൊക്കെ ആയിട്ട് കുറെ പേര് അവിടെ പോകുന്നുണ്ട്. അവിടെ വേറെ ആരോ പറയുന്നത് കേട്ടു, അവിടെ മൃഗബലിയില്ല, നരബലിയില്ല, ഒന്നുമില്ല. കുറെ പേര് കൂടിച്ചേരുന്നു, കുളിക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകള് അവിടെ അർപ്പിക്കുന്നു, പോരുന്നു. അത്രമാത്രമേ നമ്മൾ അവിടെ സ്നാനം ചെയ്യുന്നു, ഘട്ടങ്ങളിൽ സ്നാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ. എന്നാലും അതിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് ഈ ഒരു ധർമ്മം അല്ലെങ്കിൽ ഈ ഒരു ചിന്ത ഒരുമിച്ച് കൂടി അത് വലുതായി വരുമോ എന്നുള്ള പേടിയാണ്. ഇത് പേടിക്കുന്നത് ആരാ? ഈ പറഞ്ഞ ഹിന്ദുക്കളിലെ തന്നെ ഒരു ഭാഗത്തിനാ കൂടുതൽ പേടി. അത് രാഷ്ട്രീയ ലാക്കാണ്. പക്ഷെ നമ്മൾ കഠിനമായിട്ട് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഒരു കാലത്ത് ചിലപ്പോ കുറെ ഒരു 10 കൊല്ലം കൂടി പിടിക്കായിരിക്കും. എന്നാലും ഇത് പോസിറ്റീവായിട്ട് തന്നെ പര്യവസാനിക്കും. അത്രയൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ജ്യോതിഷേട്ടാ.
വളരെ സന്തോഷം സരിതാജി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്, 9:08 ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമസ്കാരം സരിത. ആ കൊറേ ഇവരെന്നെ കൊറേ ഒക്കെ. കാലായി. അതെ. വളരെ നന്നായിട്ട് പറഞ്ഞു, എടുക്കും ചിട്ടയായിട്ട്. പിന്നെ അത് പ്രത്യേകിച്ച് പറയണ്ട, എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ നന്നായിട്ട് പറഞ്ഞു. പിന്നെ എനിക്കൊരു ചെറിയ സംശയമുള്ളത്, ഈ ധർമ്മം നമ്മൾ പറയുമ്പോഴേ നമ്മുടെ ഇതില് ധർമ്മത്തിന് അത് കാലത്തിനനുസരിച്ച് മാറ്റം വരുമല്ലോ അല്ലെ? അപ്പൊ അതെ. അപ്പൊ അതപ്പം ചില സമയത്ത് നമുക്ക് തോന്നും പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇതുപോലെ നമുക്കതിനെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ലല്ലോ, അതിൽ മാറ്റങ്ങൾ വരുമ്പോ. അപ്പൊ അത് ആ ധർമ്മം ശരിയായിട്ട് പോവോ, അങ്ങനെ നിർവഹിക്കുവോ എന്നുള്ളത്. അപ്പൊ നമ്മളുടെ അതിൽ പറയുന്നുണ്ടോ ധർമ്മ അർത്ഥ കാമമോക്ഷം, അത് അപ്പൊ അതിൽ ആ ധർമ്മം ധർമ്മം ശരിയായിട്ട് നമ്മൾ പരിപാലിച്ചാലല്ലേ നമുക്ക് പിന്നെ ഉള്ള ആ മോക്ഷത്തിലേക്കൊക്കെ വരുള്ളൂ. അപ്പം അപ്പൊ ചില സമയത്തുണ്ട്, ഇപ്പം സ്ത്രീകളുടെ ഒക്കെ ആണെങ്കിലും അതെ, ധർമ്മങ്ങൾ നമ്മള് പണ്ട് ചെയ്തിരുന്ന പോലെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും പ്രായോഗികമായിട്ട്. അപ്പൊ അതിന് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? അതെ, അത് ഞാനിപ്പോ ഈ ഗ്രന്ഥങ്ങള് ചിലതൊക്കെ കുറച്ചൊക്കെ വായിക്കുകയും അതുപോലെ ഇതിലൊക്കെ ഓരോന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത് ഇതിന് അതാണ് ഞാൻ മഹാഭാരതത്തിൽ പറഞ്ഞത്. പലതരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്, അത് നിനക്ക് ഇഷ്ടമുള്ളത് നീ സ്വീകരിച്ചോളൂ എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അതിന് ഇന്ന രീതിയിൽ ചെയ്താലേ ഇത് മുഴുവനും ശരിയാവുള്ളൂ എന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ എന്താണ് ക്ഷാത്രധർമ്മം, ഏതാണ് രാജധർമ്മം, അത് ബുധാനാമേഷ നിശ്ചയ. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് പണ്ഡിതന്മാരാണ്, അറിവുള്ളവരാണ്. അറിവുള്ളവരെന്ന് പറയണത് കൊണ്ട് കേവലം ഈ പക്ഷഭേദമായിട്ട് പറയുന്നവരല്ലല്ലോ. അവര് ദേശങ്ങളെ പറ്റിയിട്ടും കാലങ്ങളെ പറ്റിയിട്ടും മാറ്റങ്ങളെ പറ്റിയിട്ടും ഒക്കെ നല്ല നിശ്ചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അവരതിന് തീർപ്പ് കൽപ്പിച്ചാൽ, ഇപ്പോ പണ്ട് കാലത്ത് പറയും എന്തെങ്കിലും ചടങ്ങുകൾ കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കുളത്തിൽ പോയി മുങ്ങിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇന്നിപ്പോ കുളത്തിൽ പോയി മുങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇന്ന് നമുക്ക് അപ്പോ വലിയ വലിയ ആചാര്യന്മാര് ഏതൊരു വഴി കൂടി പറഞ്ഞോ, അല്ലെങ്കിൽ അവർക്ക് അതിൽ സജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സാധ്യത കൂടി അവിടെ ഇട്ട് തരുന്നുണ്ട്. അതാണ് ബുധാനാമേഷ നിശ്ചയം. അതിന് നിശ്ചയം ചെയ്യേണ്ടത് ബുധന്മാരാണ്. അത് കാലികമായിട്ട് ഇപ്പോ പുഴയിലും കുളത്തിലും തടാകത്തിലും ഒന്നും പോണ്ട, കുളിമുറിയിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടണമെന്ന് വെച്ചാൽ തലയോടുകൂടി കുളിച്ചോളൂ, നിങ്ങൾ ശുദ്ധരായി. അതിൽ ആത്യന്തികമായിട്ട് ശുദ്ധമാവേണ്ടത് നമ്മുടെ മനസ്സും തദ്വാര കർമ്മവുമാണ്. അത് ശുദ്ധമായാല് ബാക്കി എന്ത് അവിടെ വേണ്ട രീതിയിൽ അന്നത്തെ കാലത്ത് പറഞ്ഞ ചിട്ടവട്ടങ്ങളിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്നത് മറ്റൊരാൾക്ക്. നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം, ഭാരതീയരുടെ ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പരോപകാരാർത്ഥം ഇതും ശരീരം. നമ്മളിവിടെ ജീവിക്കുന്നത് തന്നെ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ പരോപകാരം ചെയ്യാൻ കിട്ടുന്ന ഒരു സന്ദർഭവും നമ്മൾ കളയാണ്ടിരിക്കുക, അത് നെഗ്ലക്ട് ചെയ്യാതിരിക്കുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കണ്ട. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ധർമ്മം കുറെ നമുക്ക് വന്നു ഭവിക്കും. നമ്മളറിയാതെ നമ്മളിലേക്ക് കുറെ അധികം ഇതൊക്കെ വന്നു ചേരുന്നുണ്ട്. നമ്മൾ അപ്പോഴല്ല അറിയാം, വേറൊരു സന്ദർഭത്തില്. അപ്പൊ നമ്മൾ പക്ഷെ രണ്ടും കൂട്ടി അത് മനസ്സിലാക്കൂല. പക്ഷെ അത് അതിന്റെ ഈ നന്മ ചെയ്തതിന്റെ ഒരു ഗുണം വേറൊരു ദിക്കുന്ന് നമുക്ക് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ദിക്കുന്നൊന്നും ആവില്ല കിട്ടുക, വേറെ ദിക്കുന്ന് എന്തായാലും കിട്ടും ചെയ്യും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ. അതാണ് അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ, പഴയ രീതിയിൽ അവിടെയാണ് മാറ്റങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ മനസ്സും കർമ്മവും ശുദ്ധമായാൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതാണ് ഈ ഋഷീശ്വരന്മാരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ, അവരവർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. ആ ഒരു രീതിയിൽ പോയാൽ, അതാണ് ഭഗവാൻ പറയണത്. ഭഗവാന് ശത്രുക്കളും ഇല്ല, മിത്രങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ടാണ് യുദ്ധത്തിന് ഈ പക്ഷത്ത് കൃഷ്ണനും മറുപക്ഷത്ത് സൈന്യവും വിട്ടുകൊടുത്തത്. അതുകൊണ്ടാണല്ലോ അപ്പുറത്ത് ആയുധവും എടുത്തില്ല. അപ്പൊ ആർക്കെതിരെ പോരാടിയിട്ടുമില്ല, സഹായിക്കുകയും ചെയ്തു. അവരവരുടേതായ സഹായങ്ങള് പാണ്ഡവപക്ഷക്കാർക്കും കൊടുത്തു, കൗരവപക്ഷക്കാർക്കും കൊടുത്തു. അതുപോലെ അമിതമായിട്ട് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ, അതാണ് ഗീത ഉപനിഷത്തൊക്കെ അതാ പഠിപ്പിക്കുന്നത്. നമുക്കത് പറ്റണില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ അതിന്റെ വഴിയിലാണ്, പരിശീലിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ ഒരു രീതിയിൽ പോയാല് തെറ്റ് വരില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ ഏറ്റവും പണ്ഡിതന്മാരായിട്ട് ആചാര്യന്മാരായിട്ടുള്ളവർ നിശ്ചയിക്കട്ടെ, ആ മാർഗത്തിലൂടെ പോയാൽ നമുക്ക് തെറ്റുകളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സന്തോഷം. ശരി ശ്രീലടുത്തി, സന്തോഷം. കുറെ ദിവസം കൂടി കണ്ടില്ല.
സന്തോഷം ശ്രീലരുതി. വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കിവിടെ ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. വാമനേട്ടൻ എന്തോ പറയാനായിട്ട് വരുന്നു തോന്നുന്നുണ്ട്. ജയശങ്കര ഈ കാലത്തിന്റെയോ ദേശത്തിന്റെയോ പരിമിതി ബാധിക്കാത്ത സനാതന ധർമ്മത്തെക്കുറിച്ച് ഈ കുറച്ച് സമയത്തിനകത്ത് വളരെ മനോഹരമായിട്ട് നമുക്ക് നമ്മുടെ മാതാജി സരിത അയ്യർ പറഞ്ഞു തന്നു. പല വേദികളിലും പലപ്പോഴും പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സരിത മഹേഷ് എന്നാണ് പല വിഷയങ്ങളെക്കുറിച്ചും പല വേദികളിലും മാതാജി പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യത്തെക്കുറിച്ചും ആധികാരികമായി സത്യം തുറന്നു പറയുന്നതിന് യാതൊരു മടിയില്ലാത്ത മാതാജിയുടെ വാക്കുകൾ നമുക്ക് വളരെ എന്താ പറയുക അനുഗ്രഹദായകമാണ്, നമുക്ക് വളരെ പ്രേരണാദായകമാണ്. വളരെ നന്നായിരുന്നു. പിന്നെ ചിന്മയാനന്ദജി സ്വാമിജി ഒരിക്കൽ പറയുണ്ടായിട്ടുണ്ട്, അതായത് ദ സോഴ്സ് ഓഫ് all bliss is the dedicated performance of duty. The source of all bliss is the dedicated performance of duty. അപ്പോൾ ധർമ്മത്തിൽ അടിയുറച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ നമുക്കെല്ലാം അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും വാക്കുകൾ ഞങ്ങൾക്ക് ഒരുപാട് എന്താ അനുഗ്രഹദായകമായി ആനന്ദായകമായി. ഈ പറഞ്ഞ പോലെ ഈ 1.25 മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ഇനിയും വീക്ഷിക്കുന്നു. എപ്പോഴും സരസ്വതിയുടെ ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. ആചാര്യവാദരുടെ പേരുള്ള ഈ സംഘടന കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആളുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ആചാര്യവാദരുടെ പദപത്മങ്ങളിൽ നമുക്ക് പ്രണാമർപ്പിക്കാം. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ മാതാജിക്ക് സരിത നല്ല നല്ല വാക്കുകൾ പറയാനും നമ്മളെ മനസ്സിലാക്കിയുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം വാമനേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. ഞാൻ വളരെ ആദരവോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള സുരേഷ് ഏട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. സുരേഷ് ഏട്ട. എല്ലാവർക്കും നമസ്കാരം. സനാതന ധർമ്മത്തിന്റെ മഹത്വത്തെക്കുറിച്ച് കാലിക പ്രാധാന്യം അതിനുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം ഇന്ന് വിശ്വാസം മുഴുവൻ അത് ഏതെല്ലാം രീതിയിലാണോ അത് ഏത് വിഭാഗക്കാരുടെയാണോ അതാണ് പ്രത്യേകിച്ച്. കാരണം ലോകത്തിന്റെ വിവിധ കോണുകളിൽ പല മതങ്ങൾ അല്ലെങ്കിൽ പല വിശ്വാസങ്ങളുണ്ടെങ്കിൽ പോലും ഹൈന്ദവ വിശ്വാസം എന്ന് കേൾക്കുമ്പോൾ അതിനെ സംശയത്തോടുകൂടി നോക്കി മറ്റുള്ളവരിലേക്ക് ആ സംശയം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരു കൂട്ടം എന്നല്ല, ഒട്ടേറെ ആളുകളുണ്ട്. അതിൽ കൂടുതലും ഈ വിശ്വാസത്തിൽ നിന്ന് വന്ന ആൾക്കാർ തന്നെയാണ് എന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. നമുക്കിപ്പോൾ അറിയാം, ആചാരങ്ങളും ഉള്ളതുപോലെ തന്നെ അനാചാരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഓരോ കാലഘട്ടത്തിൽ വന്ന കാര്യങ്ങളാണ്. അത് നമ്മളിപ്പോ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആളുകളെ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. മുമ്പ് സരിതാ മഹേശ്വർജി പറഞ്ഞ പോലെ തന്നെ ബ്രാഹ്മണൻ ഒരു കാലത്ത് ഈ എന്താ പറയാ ജന്മീത്വമോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചിലപ്പോ സുഖലോലുപതയിൽ ജീവിച്ചവരുണ്ടാവാം, ഒന്നുമില്ലായ്മയിൽ ജീവിച്ചവരുണ്ടാവും. എനിക്കൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകൾ, എന്നാൽ പോലും ഈ പൂജാതി കാര്യങ്ങൾ വിഘ്നം കൂടാതെ നടത്തണം എന്നുദ്ദേശിച്ച് തീപ്പെട്ടിയിൽ പോലും അരി അളന്ന് എന്താ പറയാ നിവേദ്യം വെച്ച് ആളുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇന്ന് പറയുന്നത് എന്താണ്, അവരങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വേറെ. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വേറൊരു വിഭാഗക്കാരായി മാറുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ ഈ കാലത്ത് ഇത്രയേറെ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് വളരെ ലളിതമായ ഭാഷയിൽ തന്നെ പറഞ്ഞു തന്ന ഡോക്ടർ സരിത മഹേശ്വരൻ അവർക്ക് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഇന്ന് ഈ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും
ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. എല്ലാവരോടും അറിയിക്കുവാനുള്ള മറ്റൊരു കാര്യം, ഈ വരുന്ന മെയ് 2-ന് ശ്രീശങ്കര സ്മൃതി ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. പതിവ് പോലെ തന്നെ കഴിഞ്ഞ വർഷം മെയ് 11-നായിരുന്നു. അന്ന് കാലടിയിൽ വെച്ച് വലിയൊരു സദസ്സിൽ ഈ നമ്മുടെ പരിപാടികൾ കൊണ്ടാടി. ഇത്തവണ പത്തനംതിട്ടയിൽ സ്വാമിനിയുടെ മഠത്തിൽ വെച്ച് നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും അതിനും ഉണ്ടാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സുരേഷേട്ടാ നിങ്ങളുടെ വാക്കുകൾക്ക്. തീർച്ചയായും സനാതന ധർമാമൃതം എന്ന പരിപാടി എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച 8 മണിക്കാണ്. അതേപോലെ തന്നെ പല പരിപാടികളും നമ്മൾ നടത്തുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിൽ അത് പോസ്റ്റ് ചെയ്യാറുണ്ട് സമയാസമയങ്ങളിൽ. സുരേഷേട്ട പറഞ്ഞതുപോലെ ആദിശങ്കര ജയന്തി ശങ്കര സ്മൃതി എന്നുള്ള ഇതിൽ ഇപ്രാവശ്യം മെയ് 2-ാം തീയതി പത്തനംതിട്ട ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയത്തിൽ വെച്ചാണ് നടത്തുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ശങ്കര പഥം എന്നുള്ളൊരു യാത്രാ പരിപാടി ഏപ്രിൽ 2-ാം തീയതി കാലടിയിൽ വെച്ച് നടത്തുകയാണ്. ആചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഒരു പരിപാടിയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണി വരെ ഉള്ള ഒരു 12 മണിക്കൂർ നേരമുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് ആചാര്യസ്വാമികളുടെ ആത്മാവുറങ്ങുന്ന അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഇതുള്ള ആ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാനുള്ള ഒരു അവസരം ആദിശങ്കര ഫൗണ്ടേഷൻ ഒരുക്കുകയാണ്. അതിൻ്റെ പോസ്റ്റുകൾ നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെയും അതേപോലെ തന്നെ ആചാര്യസ്വാമികളുടെയും അനുഗ്രഹ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഈ പരിപാടി ഇവിടെ സംഭരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. യോഗ സമസ്ത സുഖനോ ഭവന്തു. എല്ലാവർക്കും നന്ദി ഉണ്ടാവും. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.